بسم الله ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്ന ഒരു കഥയിലൂടെ, ഒരു ചരിത്ര സംഭവത്തിലൂടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ പ്രഭാഷണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും അറിയുകയും അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഭക്തിയോടെ ജീവിക്കുകയും ചെയ്യുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹാനായ മനുഷ്യന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ആ സംഭവം വിശദമായി വിവരിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നത്, മുമ്പ് കാലത്ത് അള്ളാഹുവിന് ധാരാളം ഇബാദത്തെടുത്തിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേകമായ ആരാധനാ കേന്ദ്രം ജനങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞൊരു മലമുകളിൽ പോയി ഒരു ചെറിയ കൂടാരം സ്ഥാപിച്ച് അതിൽ ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൂടുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജുറൈജ് എന്നാണ്. അങ്ങനെ ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ കൊച്ചു കുടിലിൽ, അല്ലെങ്കിൽ ഈ കൊച്ചു മണ്ഡപത്തിൽ, പ്രാർത്ഥനാ കേന്ദ്രത്തിൽ അദ്ദേഹം നമസ്കാരത്തിലായ അവസരത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മാതാവ് അദ്ദേഹത്തെ കാണാൻ വരികയാണ്. അങ്ങനെ മോനെ കാണാൻ വന്ന ഈ മാതാവ് ആ മോന്റെ അടുക്കൽ എത്തിയിട്ട് വിളിച്ചു, പേര് വിളിച്ചു, ജുറൈജെ എന്ന് വിളിച്ചു ഈ ഉമ്മ. അപ്പൊ ഈ മഹാനായ മനുഷ്യൻ അദ്ദേഹം നമസ്കാരത്തിലാണ്. അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, യാ റബ്ബി ഉമ്മി വസലാത്തി. റബ്ബേ, എന്ത് ചെയ്യാനാണ്? ഉമ്മയുടെ വിളിയും അതുപോലെ തന്നെ വസലാത്തി, നിസ്കാരവും. ഉമ്മ വിളിക്കുന്നു, എന്ത് ചെയ്യണം? അങ്ങനെ ഫഅഖ്ബല അലാ സലാത്തിഹി, അദ്ദേഹം തന്റെ നമസ്കാരം തന്നെ തുടർന്നു. ഉമ്മാക്ക് മറുപടി കൊടുത്തില്ല.
ഫൻസറഫത്ത്, ഈ ഉമ്മ പിരിഞ്ഞുപോയി, നിരാശയായി. ഫലമ്മാ കാന മിനൽ ഗദി അതതുഹു വഹുവ യുസല്ലി, പിറ്റേന്നും ഈ ഉമ്മ ഈ മോനെ തിരക്കി വന്നു. അപ്പോഴും മകൻ നമസ്കാരത്തിലാണ്. മോനെ എന്ന് വിളിച്ചു, പേര് വിളിച്ചു. അദ്ദേഹം അപ്പോഴും ഉത്തരം പറയാൻ കഴിയാതെ, നമസ്കാരത്തിലാണല്ലോ എന്ന നിലക്ക് മറുപടി പറയാതിരുന്നു. ഈ ഉമ്മ ഇതുപോലെ തന്നെ തിരിച്ചുപോയി, മകനെ കാണാൻ കഴിയാതെ നിരാശയോടുകൂടി. മൂന്നാമത്തെ ദിവസവും ഈ ഉമ്മ വന്നു. അപ്പോഴും മകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവർ വിളിച്ചു, യാ ജുറൈജ്, ജുറൈജെ എന്ന് വിളിച്ചു. ഫഖാല, അപ്പോഴും ഇദ്ദേഹം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഐ റബ്ബി ഉമ്മി വസലാത്തി, റബ്ബെ ഉമ്മയും നമസ്കാരവും ഒരുമിച്ച് വന്നല്ലോ. അങ്ങനെ അദ്ദേഹം നമസ്കാരത്തിൽ തന്നെ കഴിഞ്ഞുകൂടി. ഈ ഉമ്മ ആ അവസരത്തിൽ മൂന്നാമത്തെ ദിവസം മനസ്സിന്റെ വേദന നിറഞ്ഞ നിലക്ക്, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, മനസ്സിന്റെ വേദന നിറഞ്ഞുകൊണ്ട് ആ ഉമ്മ അവിടെ ഇന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്, അല്ലാഹുവേ ലാ തുമിതുഹു, ഇവനെ മരിപ്പിക്കരുതേ. മകനെതിരിലുള്ള ഒരു പ്രാർത്ഥന നടത്തുകയാണ് ഉമ്മ. അല്ലാഹുവേ ലാ തുമിതുഹു, ഇദ്ദേഹത്തെ മരിപ്പിക്കരുതേ. ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്, തെമ്മാടിത്തരം പ്രവർത്തിക്കുന്ന ദുർവൃത്തകളായ വേശ്യകളുടെ മുഖത്തേക്ക് നോക്കുന്നതിന്റെ മുമ്പ് എന്റെ മകനെ മരിപ്പിക്കരുതേ എന്ന്, ഇദ്ദേഹത്തെ മരിപ്പിക്കരുതേ എന്ന് ഉമ്മ മനസ്സ് പൊട്ടിക്കൊണ്ട് വിലപിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ ഉമ്മ അതും പറഞ്ഞങ്ങ് പിരിഞ്ഞുപോയി. ഫതദാകറ ബനൂ ഇസ്രായീൽ ജുറൈജൻ വഇബാദതഹു, ബനൂ ഇസ്രായേലിലാണ് ഈ സംഭവം നടക്കുന്നത്. ആളുകൾക്കിടയിൽ ജുറൈജിനെ സംബന്ധിച്ച് സംസാരമായി, അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ സംബന്ധിച്ചുമൊക്കെ. ഉമ്മയുടെ പ്രാർത്ഥന അറിഞ്ഞതിനെ കുറിച്ചുള്ള ചർച്ചയല്ല. നാട്ടിൽ അദ്ദേഹത്തിന് വലിയ പേരാണ്. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഒരു മഹാനായ മനുഷ്യനുണ്ട് മലക്ക് മുകളിൽ, അദ്ദേഹം ഇബാദത്തിൽ ഒഴുകുന്ന വ്യക്തിയാണെന്നൊക്കെ അദ്ദേഹത്തെ വർണ്ണിക്കാൻ തുടങ്ങി. അപ്പൊ ആ കൂട്ടത്തിൽ വകാനത് ഇംറാത്തുൻ ബഗിയ്യുൻ യുതമസ്സലു ബിഹുസ്നിഹാ, തന്റെ സൗന്ദര്യത്തെ കാണിച്ചുകൊണ്ട് വശീകരിക്കാൻ നടക്കുന്ന ഒരു വേശ്യയായ പെണ്ണുണ്ടായിരുന്നു ആ നാട്ടിൽ. അവൾ ഇവരോട് പറഞ്ഞു, ഇൻ ശിഅ്തും ലഅഫ്തിനന്നഹു, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ ഇബാദത്തൊക്കെ നശിപ്പിച്ചുകൊണ്ട് അവനെ ഫിത്നയിലകപ്പെടുത്താൻ ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്ന് ഈ പെണ്ണ് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണ് അതിനുവേണ്ടി ശട്ടം കെട്ടി മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ഇബാദത്തെടുക്കുന്ന മണ്ഡപത്തിലേക്ക് കയറി വരുന്നു. അവൾ എല്ലാ നിലക്കും ഒരുങ്ങി നല്ല വസ്ത്രമെടുത്ത് ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ഫിത്നയിലകപ്പെടുത്താൻ വേണ്ടി വരികയാണ്. ഫലം യൽതഫിത്ത് ഇലൈഹാ, അദ്ദേഹം അവളെ പരിഗണിച്ചതുപോലുമില്ല, തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഈ പെണ്ണ് ഒരു തന്ത്രം പ്രയോഗിച്ചു. അവൾ അവിടെ ഈ മഠത്തിലേക്ക് ഇടയ്ക്കിടെ കയറി വരാറുള്ള ഒരു ഇടയനുണ്ടായിരുന്നു. ആ ഇടയ ചെറുക്കനെ സമീപിച്ചുകൊണ്ട് അവളും അവനുമായി ശയനം നടത്തുകയും അങ്ങനെ അവൾ ഗർഭിണിയാവുകയും ചെയ്തു. ഫലമ്മ വലദത്ത്, അങ്ങനെ അവൾ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇത് ഈ കുഞ്ഞു ജുറൈജിന്റെ സന്താനമാണ് എന്ന് പറഞ്ഞു ജുറൈജിനെ നാടൊട്ടാകെ വിഷമിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചരണത്തിലെ പെണ്ണ് ഏർപ്പെട്ടു. ആളുകളെല്ലാം കൂടി ഈ വിവരം അറിഞ്ഞപ്പോൾ ഈ ജുറൈജിന്റെ സമീപത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ മഠത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്കിറക്കുന്നു. വഹദമു സൗമഅതഹു, അദ്ദേഹത്തിന്റെ ഈ മഠത്തെ അവരെന്തു ചെയ്യുന്നു? പൊളിച്ചു കളഞ്ഞു. വജഅലു യദ്രിബൂനഹു, ഇവർ ഇദ്ദേഹത്തെ പുതിരെ തല്ലാനും തുടങ്ങി. അപ്പൊ ഇദ്ദേഹം ചോദിക്കുകയാണ്, മാ ശഅ്നുക്കും, എന്താണ് നിങ്ങളുടെ വിഷയം, എന്താണ്, എന്തിനാണ് നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്?
എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയ ഈ മൺകുടിൽ നിങ്ങൾ എന്തിനാണ് പൊളിച്ചു കളയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കാരണം അദ്ദേഹം നിരപരാധിയാണ്. ഈ പെണ്ണൊപ്പിച്ച വേലയാണത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ അവസരത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവര് പറഞ്ഞു, സനൈത ബിഹാദിഹിൽ ബഗയ്യി ഫവലദത മിൻക, നീ പെണ്ണുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് നിനക്ക് സന്താനമുണ്ടായിട്ടുണ്ട് അവളിൽ നിന്ന്. അപ്പൊ ഇദ്ദേഹം അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു, അയിനസ്സബിയു, എവിടെയാണ് ആ കുട്ടി? ഫജാഉ ബിഹി, ഈ ജാരസന്താനത്തെയും കൊണ്ട് ഇവരെ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയാണ്. ഫജാഉ ബിഹി, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ കുഞ്ഞിനെയുമായി അവര് കൊണ്ടുവന്നപ്പോ ഫഖാല, അദ്ദേഹം അവരോട് ആവശ്യപ്പെടുന്നു, ദഊനി ഹത്താ ഉസല്ലിയ, എനിക്ക് നിങ്ങളൊരു സാവകാശം തരണം. ഞാനൊന്ന് 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, എന്റെ റബ്ബുമായൊരു അഭിമുഖ സംഭാഷണം നടത്തട്ടെ, അതിനുള്ള ഒരവസരം നിങ്ങൾ എനിക്ക് തരണം. ഫസല്ലാ, അദ്ദേഹം നമസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോ അത്തസ്സബിയ, ഈ കുഞ്ഞിനെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ഫതഅന ഫീ ബത്നിഹി, ആ കുഞ്ഞിന്റെ വയറ്റിലൊന്നിങ്ങനെ ചെറുതായി നിലക്ക് കുത്തിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു ഈ കുഞ്ഞിനോട്, യാ ഗുലാം മൻ അബൂക്, മോനെ, ഹേ കുട്ടി, നിന്റെ ഉപ്പയാരാണ്? മോനെ, നിന്റെ ഉപ്പയാരാണ്? ആരാണ് നിന്റെ പിതാവ്? ഖാലായി, അത്ഭുതകരമായി ഈ തൊട്ടിലിൽ കിടക്കാൻ പ്രായമുള്ള കൈക്കുഞ്ഞ് സംസാരിക്കുകയാണ്. ഫുലാനുൻ റായി, അതായി കാണുന്ന ഇടയനാണ്, ഇന്ന മനുഷ്യനാണ്. കുട്ടി സംസാരിച്ച 3 ചരിത്രമാണ് റസൂലുള്ള പറയുന്നത്. തൊട്ടിലിൽ കിടക്കുന്ന കൈക്കുഞ്ഞായിരിക്കെ റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, ലം യതകല്ലം ഫിൽ മഹ്ദി ഇല്ലാ സലാസ, തൊട്ടിലിൽ കിടക്കുന്ന ശിശുപ്രായത്തിൽ 3 ആളുകൾ ഒഴികെ സംസാരിച്ചിട്ടില്ല. അതിലൊന്ന് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമാണ് സംസാരിച്ചത്. നമുക്ക് വിശദീകരണം ആവശ്യമില്ലാത്ത നിലക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചത് ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ കിടക്കുന്ന കൈക്കുഞ്ഞായിരിക്കുന്ന അവസരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സംഭവമാണ് ഇത്. ജുറൈജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസാഹിബു ജുറൈജ് എന്ന റസൂലുള്ള പറയുന്നത്, ഈ ജുറൈജ് എന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഇബാദത്തെടുത്തിരുന്ന അവസരത്തിൽ അദ്ദേഹത്തെ പഴപ്പിക്കാൻ വന്ന പെണ്ണ് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണം ചാർത്താൻ വേണ്ടി ഒപ്പിച്ചുണ്ടാക്കിയ ഈ വേല അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അല്ലാഹു തആല തെളിയിക്കുകയാണ്. അങ്ങനെ ആളുകളൊക്കെ പറഞ്ഞു, ഇദ്ദേഹം നിരപരാധിയാണെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ ദേഹത്തെ ചുംബിക്കാനും തൊട്ട് തലോടാനും ഒക്കെ തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ പൊളിച്ചു കളഞ്ഞ ഈ മൺകുടിലിന് ബദലായി ഞങ്ങൾ സ്വർണം കൊണ്ട് നിങ്ങൾക്കൊരു കുടിൽ നിർമ്മിച്ചു തരാം. അദ്ദേഹം പറഞ്ഞു, വേണ്ട, നിങ്ങൾ എനിക്ക് ആ പഴയ മൺകുടിൽ തന്നെ തിരിച്ചു തന്നാൽ മതി. അങ്ങനെ അവരങ്ങനെ തന്നെ ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഇവിടെ സുഹൃത്തുക്കളെ, ഒരു കേവലം ഒരു കഥ പറയലല്ല എന്റെ ഉദ്ദേശം. ഞാൻ ഈ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇതിൽ അത്ഭുതകരങ്ങളായ ഒരു സംഭവം സംഭവിച്ചു. അതാ കുഞ്ഞ് സംസാരിച്ചതാണ്. അതും ഇവിടുത്തെ വിഷയവുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരുന്ന ഈ വിശാലമായ കഥയിൽ, ഈ ചരിത്രത്തിൽ മഹാനായ ഒരു പണ്ഡിതൻ, അതല്ലെങ്കിൽ ഒരു ആരാധന നടത്തിയിരുന്ന ഒരു ആബിദായ ഒരു മനുഷ്യൻ, പ്രിയപ്പെട്ട ഉമ്മയുടെ വിളിക്ക് ഉത്തരം കേൾക്കാതെ അദ്ദേഹം നമസ്കാരത്തിലായതിന്റെ പേരിൽ പോലും ഉമ്മ വന്ന് വിളിച്ചപ്പോൾ ഉമ്മാക്ക് മറുപടി കൊടുക്കാതെ നിസ്കാരത്തിൽ തുടർന്നപ്പോ അത് സംബന്ധമായി പണ്ഡിതന്മാര് മസ്അല പറഞ്ഞിട്ടുണ്ട്. ഉമ്മ വിളിക്കുന്ന അവസരത്തിൽ നിസ്കാരത്തിലാണെങ്കിൽ പോലും ഉത്തരം പറയണോ വേണ്ടേ? പണ്ഡിതന്മാരതിന്റെ മസ്അല പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഫർദ് നിസ്കാരത്തിലാണെങ്കിൽ അങ്ങനെ ഉത്തരം പറയേണ്ടതില്ല, നിസ്കാരത്തിൽ തന്നെ തുടരണം. സുന്നത്ത് നമസ്കാരത്തിലാണെങ്കിൽ ഉമ്മയുടെ വിളിക്ക് ഉത്തരം ചെയ്യണം. ഇനി ഉത്തരം ചെയ്യാൻ കഴിയാത്ത നിലക്ക് ഉമ്മയെ അത് ധരിപ്പിക്കാൻ മറ്റേതെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് തൊണ്ടയനക്കം മുഖേനയോ, അതല്ലെങ്കിൽ നാം അപ്പോൾ ഉമ്മയുടെ വിളി വന്ന അവസരത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ അപ്പോൾ ഫാത്തിഹയാണ് ഓതിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത്തിരി ഉച്ചത്തിലൊന്ന് ഓതുക. റുക്കൂയിലാണെങ്കിൽ ആ ദിക്റൊന്ന് ഉച്ചത്തിലാക്കുക. സുജൂദിലാണ്
ഉച്ചത്തിലാണെങ്കിൽ ആ ദിക്റൊന്ന് ഉച്ചത്തിലാക്കുക. അപ്പോൾ മനസ്സിലാകും എന്റെ മോൻ നമസ്കാരത്തിലാണ്, അതുകൊണ്ടാണ് ഉത്തരം ചെയ്യാത്തതെന്ന്. അതൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ, ആ വിളി കേട്ടിട്ട് അതിന് പ്രയാസമുണ്ടാകുന്നൊരവസരത്തിലാണെങ്കിൽ, സുന്നത്ത് നിസ്കാരം മുറിച്ചു കളഞ്ഞിട്ടാണെങ്കിലും ഉമ്മയ്ക്ക് ജവാബ് നൽകണം എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ആബിദായ ആരാധന നടത്തിയിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മഠത്തിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കെ ഒന്നാം ദിവസം പ്രയാസപ്പെട്ട് ഉമ്മ വന്നുകൊണ്ട് ജുറൈജെ എന്ന് വിളിച്ചിട്ടുണ്ട്, ഉത്തരം നൽകിയിട്ടില്ല. രണ്ടാമത്തെ ദിവസവും വന്നിട്ടുണ്ട്, ഉത്തരം കിട്ടിയിട്ടില്ല. മൂന്നാമത്തെ ദിവസവും ജുറൈജെ എന്ന് വിളിച്ചപ്പോൾ മകൻ വിളി കേൾക്കാത്തതുകൊണ്ട് എന്താണ് സംഭവം എന്നൊന്നും അറിയാതെ മനസ്സ് അത്രയും വിഷമിച്ചു പോയി ആ ഉമ്മയുടെ മനസ്സ്. ആ ഉമ്മ അവിടെ വെച്ചുകൊണ്ട് നടത്തിയ ദുആ, ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ ഒരൊറ്റ പോയിന്റിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് ചില കാര്യങ്ങൾ എന്ന് സംസാരിക്കാനുള്ളത്. അതല്ലാതെ ഈ ഒരു കേവലം ഈ ഒരു കഥ പറയലല്ല എന്റെ ഉദ്ദേശം. ആ ഉമ്മയുടെ പ്രാർത്ഥന എന്താ ഉമ്മ പ്രാർത്ഥിച്ചത്? എന്റെ മകനെ അല്ലാഹുമ്മ ലാ തുമിത്ഹു ഹത്താ യൻളുറ ഇലാ വുജൂഹിൽ മൂമിസാത്ത്. വേശ്യകളായ, അതല്ലെങ്കിൽ തെമ്മാടികളായ, തേവിടിശികളായ, ദുർവൃത്തകളായ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്നത് വരെ ഇവനെ മരിപ്പിക്കല്ല എന്ന് കരൾ മനസ്സ് പൊട്ടിക്കൊണ്ട് ഒരു ഉമ്മയങ്ങ് ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേദനിച്ച മാതൃഹൃദയത്തിന്റെ പ്രാർത്ഥന ഉടനെ അല്ലാഹു കബൂലാക്കി. എന്താ ഉണ്ടായത്? ഈ സംഭവങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. ഈ മനുഷ്യൻ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല. എന്നാൽ ഈ ഉമ്മയുടെ പ്രാർത്ഥന കാരണമായി വ്യഭിചരിച്ചിട്ടില്ലെങ്കിലും ഇദ്ദേഹം വ്യഭിചാരിയാണെന്ന് കുറച്ചു സമയത്തേക്കെങ്കിലും ആ നാട്ടിൽ ഒരു വർത്തമാനമുണ്ടായില്ലേ? ഇദ്ദേഹത്തിന് അതൊരു അപമാനമായി. കുറച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ മഹനീയമായ അത്ഭുതം എന്ന നിലക്ക് തന്നെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അള്ളാഹു തന്നെ തെളിയിച്ചു. പക്ഷേ ഈ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ആ ഫലം ഈ ദുനിയാവിൽ വെച്ച് തന്നെ അധികം വൈകാതെ ഈ മനുഷ്യൻ കണ്ടല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നതിലൂടെ നമ്മളൊക്കെ ഒരു കാര്യം പഠിച്ചു വെക്കണം. ഉമ്മയുടെ പ്രാർത്ഥന അതെത്ര വലിയ വ്യക്തിക്കെതിരെയാണെങ്കിലും, അതെത്ര നല്ലവനായ മനുഷ്യനെതിരെയാണെങ്കിലും, പെറ്റ തള്ളയെ അപമാനിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പെറ്റ തള്ളയുടെ ആ മാതൃഹൃദയത്തെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പെട്ടെന്ന് നൽകുന്നു. ശിക്ഷ ഒരു പക്ഷേ പരലോകത്ത് നിന്ന് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗമുണ്ട്. വരമ്പത്ത് നിന്ന് തന്നെ കൂലി കിട്ടുന്ന മഹാപാപമാകുന്നു ഉമ്മയെയും ഉപ്പയെയും വേദനിപ്പിക്കുക എന്നത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നൊരു പ്രയോഗവുമുണ്ട്. ചെയ്ത അതേ പ്രവർത്തനം കൊണ്ട് തന്നെ തിരിച്ചടി കിട്ടുക എന്നാണ് അതിന് പറയുന്നത്. അത് മാതാപിതാക്കളോടൊരാൾ അനാദരവ് കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോടതിയിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഈ ഭൗതികമായ ലോകത്ത് അവന്റെ മക്കളിലൂടെ തന്നെ തിരിച്ചടി ഉണ്ടാകുന്നതിനാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമലി എന്നതുപോലെയുള്ള പ്രയോഗങ്ങൾ. ഏത് തെറ്റാണ് ചെയ്തതെങ്കിൽ അതേ രൂപത്തിലുള്ള തെറ്റിലൂടെ, പ്രവർത്തനത്തിലൂടെ തിരിച്ചടി ലഭിക്കുക. ഇവിടെ ഇതാ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തരുന്ന ആ സംഭവത്തിൽ ഇവിടെ ഈ മകനെതിരെ ഈ മാതാവ് മനസ്സ് പൊട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചുപോയി. നാം ഏറ്റവും ഭയപ്പെടേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ഹുഖൂഖുണ്ട്. മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ കടമകൾ നാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അവർക്കൊരുപാട് അവകാശങ്ങൾ നമ്മളിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. ആ അവകാശങ്ങൾക്കാണ് ഹുഖൂഖ് എന്ന് പറയുന്നത്. ആ അവകാശങ്ങൾ ആരെങ്കിലും കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന് സ്വർഗപ്രവേശം എളുപ്പമാണ്. അതേ അവസരത്തിൽ തന്നെ ഒരക്ഷരത്തിന്റെ വ്യത്യാസമേയുള്ളൂ അറബി ഭാഷാ പദപ്രയോഗത്തിൽ. ഹുഖൂഖ് എന്ന പ്രയോഗത്തിൽ ആദ്യത്തെ അക്ഷരത്തിന്റെ ഹ അങ്ങ് മാറിയിട്ട് ഉഖൂഖ് എന്ന് ഐനുച്ചരിച്ചുകൊണ്ട് പറഞ്ഞാൽ ആ പ്രവർത്തനം പിന്നെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പദപ്രയോഗമാണ്.
ഉഖൂഖ് ചെയ്തു കഴിഞ്ഞാൽ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് പിന്നെ നരകത്തിലേക്ക് എളുപ്പമായി. നമ്മുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടാൻ വരെ വളരെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ പെടുന്നതാണ്. മാതാപിതാക്കളോടുള്ള ഹക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ സ്വർഗത്തിലേക്ക് പോകുന്നു. മാതാപിതാക്കളുടെ ഹക്കുകളെ ചവിട്ടിമെതിച്ചുകൊണ്ട് അവരോട് ഉഖൂഖ് കാണിക്കുന്ന, അവരെ അവമതിക്കുന്ന, അപമാനിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരെ മുഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ എത്രയും പെട്ടെന്ന് നരകത്തിലേക്ക് തന്നെയാണ് പോക്ക്. അള്ളാഹുവിന്റെ ശാപമാണ് ഉണ്ടാകുന്നത്, അള്ളാഹുവിന്റെ കോപമാണ് ഉണ്ടാകുന്നത്. കത്തിയാളുന്ന നരകത്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്ന ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. ഉമ്മയെങ്ങാനും മനസ്സ് പൊട്ടി നമുക്കെതിരെ വല്ലതും അള്ളാനോട് പറഞ്ഞു പോയാൽ, നമ്മുടെ ഉപ്പയെങ്ങാനും മനസ്സ് പൊട്ടി നമുക്കെതിരെ അള്ളാഹുവിനോട് വല്ലതും പറഞ്ഞു പോയാൽ, അത് ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കാതെ എത്ര വലിയ മനുഷ്യനാണെങ്കിലും ഈ ലോകത്തോട് വിട പറയാൻ കഴിയില്ല. പശ്ചാത്തപിക്കാത്തിടത്തോളം അള്ളാഹുവിന്റെ കോടതിയിൽ വേറെയും ശിക്ഷ ഉറപ്പാണ്. അതുകൊണ്ട് ഇസ്ലാം നമ്മളോട് വളരെ കണിശമായി പറയുന്നു, മാതാപിതാക്കൾക്കുള്ള സ്ഥാനം, മാതാപിതാക്കളോടുള്ള ബഹുമാനം, ഉമ്മയോടും ഉപ്പയോടുമുള്ള ബഹുമാനങ്ങളിൽ 3 സ്ഥാനവും അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ച് തന്നത് ഉമ്മയോട് എന്നാണ്. ഏറ്റവും കൂടുതൽ നിന്റെ നല്ല സഹവാസത്തിന് നിനക്ക് കടപ്പാടുള്ളത് നിന്റെ ഉമ്മയോടാണ്, ഉമ്മയോടാണ്, ഉമ്മയോടാണ്. പിന്നെ 4ാമതാണ് പറഞ്ഞത് നിന്റെ ഉപ്പയോട് എന്ന്. കാരണം ഉപ്പാക്ക് തീരെ പ്രയാസങ്ങളില്ലാത്ത, ഉമ്മ മാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഗർഭം ധരിച്ചുകൊണ്ടുള്ള ആ നടപ്പും, അവസരത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ വയറ്റിലേറിക്കൊണ്ട് നടക്കുന്ന പ്രായത്തിൽ, ആ സന്ദർഭത്തിൽ ഒരു ഉമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ, അത് മറ്റൊരാൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ഒരു പെണ്ണിനെ കൊണ്ടും കഴിയില്ല. ഒരു പെണ്ണിനും അത് പകുത്തു കൊടുക്കാൻ കഴിയില്ല. അത് 100% ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനയാണ്. അതേപോലെ തന്നെ പ്രസവിക്കുമ്പോൾ ഒരു ഉമ്മ മരണസമാനമായ വേദന അനുഭവിക്കുന്നു. അതിൽ മറ്റൊരാൾക്ക് പങ്കില്ലല്ലോ. ആ വേദന മറ്റൊരാൾക്ക് പകുത്തു കൊടുക്കാനാവില്ലല്ലോ. അവര് തന്നെ സഹിക്കണ്ടേ. ഇനി അങ്ങോട്ട് വഹംലുഹു വഫിസാലുഹു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഈ കുട്ടിയൊന്ന് മുല കുടിക്കുന്ന പ്രായം അവസാനിക്കുന്ന ഒരു 2 കൊല്ലത്തെ, ആദ്യത്തെ 2 കൊല്ലത്തെ ആ പരിപാലനത്തിന്റെ ബുദ്ധിമുട്ട് ഉമ്മയോളം ഒരാൾക്കും അനുഭവിക്കാൻ കഴിയില്ല. ഉമ്മക്ക് അത്രയും ആ വിഷയത്തിൽ എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളെയും അവര് മാറ്റിവെക്കുകയാണ്. അവര് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും വലത് കൈയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് വായിലേക്ക് ഭക്ഷണം വെക്കുന്ന നേരത്താണ് സ്വന്തം മടിത്തട്ടിൽ ഈ കൈക്കുഞ്ഞ് വിസർജിച്ചതെങ്കിൽ പോലും ഒരറപ്പും ചെടിപ്പും വെറുപ്പുമില്ലാതെ ഭക്ഷണം കയ്യിൽ പിടിച്ചുകൊണ്ടത് തിന്നുന്നതിനിടയ്ക്ക് തന്നെ ഇടത് കൈ കൊണ്ട് വേണമെങ്കിൽ ആ വിസർജ്യം തുടക്കാൻ മടി കാണിക്കാത്ത നമ്മുടെ ഉമ്മയോളം ഒരു മനുഷ്യനോട് സ്നേഹമുള്ള മറ്റൊരു സൃഷ്ടി ആരാണുള്ളത്? അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉമ്മുക 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 3 തവണയും പറഞ്ഞത് നിന്റെ ഉമ്മയോട്, ഉമ്മയോട്, ഉമ്മയോട് എന്നാണ്. 4ാമതാണ് പറഞ്ഞത് അബൂക, നിന്റെ ഉപ്പ എന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ നിലക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം അവർ സഹിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഹംലുഹു വഫിസാലുഹു എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അവരെ പ്രയാസത്തിന് മീതെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ആ ഉമ്മ ഗർഭം ചുമഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പെട്ടത് നമ്മുടെ ഉമ്മയോടാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടം ചിന്തിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നാം ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്? മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു ഉമ്മയും ഉപ്പയും നമ്മുടെ പണത്തെക്കാളേറെ, നാം കൊണ്ടുപോയി കൊടുക്കുന്ന ഭൗതിക ലോകത്തിലെ സുഖങ്ങളെക്കാളേറെ, സൗകര്യങ്ങളെക്കാളേറെ, നാം എടുത്തു കൊടുക്കുന്ന വീടിനേക്കാളേറെ, നാം ധരിപ്പിക്കുന്ന വസ്ത്രങ്ങളെക്കാളേറെ ഒരു പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും അവരുടെ പുന്നാര മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആദരവാണ് സുഹൃത്തുക്കളെ, പരിഗണനയാണ് സഹോദരങ്ങളെ. ഒരു ഉമ്മാക്കും ഉപ്പാക്കും മക്കളിൽ നിന്ന് നഷ്ടപ്പെടുന്നതും ഇന്ന് അതാണ്. അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലാണ് ഉമ്മക്കും ഉപ്പക്കും ഇന്ന് ഏറെ അവരെ അലോസരപ്പെടുത്തുന്നത്.
പ്രായമായി കഴിഞ്ഞാൽ ഉമ്മയും ഉപ്പയും ഏറ്റവും കൂടുതൽ നമ്മെ വീക്ഷിക്കുകയാണ്. ഞാൻ വളർത്തിയുണ്ടാക്കിയ കൈ വളരുന്നു, കാല് വളരുന്നു എന്ന് നോക്കി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി വളർത്തിയുണ്ടാക്കിയ എൻ്റെ മോനെ എനിക്ക് നഷ്ടമാവുകയാണോ, എൻ്റെ മകൾ എനിക്ക് നഷ്ടപ്പെടുകയാണോ? പ്രത്യേകിച്ച് വിവാഹത്തിന്റെ അവസരത്തിൽ അത് ഭയപ്പെടാത്ത ഉമ്മമാരില്ല, അത് ഭയപ്പെടാത്ത രക്ഷിതാക്കളില്ല. ഞങ്ങളുടെ പിടുത്തത്തിൽ നിന്ന് ഞങ്ങളുടെ മകൻ നഷ്ടപ്പെടുകയാണോ, ഞങ്ങളുടെ മകൾ ഞങ്ങൾക്ക് എന്നേക്കും നഷ്ടപ്പെടുകയാണോ എന്നൊക്കെ ഉമ്മമാരും ഉപ്പമാരും ചിന്തിക്കുന്നത്, അവരുടേതായ പ്രതീക്ഷകൾ തകിടും മറിയുമോ എന്ന് തോന്നുന്നത് ഏറ്റവും പ്രയാസങ്ങൾ വരുന്ന പ്രായത്തിലാണ്. ഒരു മാതാപിതാക്കൾക്ക് മക്കളുടെ തണിയും തുണയും ഉണ്ടാകേണ്ടത് അവരുടെ യൗവന കാലഘട്ടത്തിലേക്കാൾ ഉപരി. യൗവന കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം, അവർക്ക് വേണ്ടി അവർ തന്നെ സമ്പാദിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങളിൽ അവർക്ക് പലപ്പോഴും മക്കളുടെ ഒന്നും സഹായം ആവശ്യമില്ല. ഇനി മക്കൾ ആ പ്രായത്തിലേക്കൊട്ട് വളർന്നിട്ടുമുണ്ടാകില്ല. അതേ അവസരത്തിൽ ജരാനരകൾ ബാധിച്ച് പ്രയാസപ്പെടുമ്പോ, ഓജസ്സും തേജസ്സും ഒക്കെ നശിക്കുമ്പോ, ശരീരത്തിന്റെ കാന്തിയും അതുപോലെ തന്നെ തിളക്കവും നഷ്ടപ്പെടുമ്പോ, നിവർന്നു നിന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധ്യമാകാതെ അകം വളഞ്ഞുകൊണ്ട് പ്രായത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ശരീരത്തിൽ പ്രകടമാകുമ്പോ, മറ്റൊരാളുടെ താങ്ങും തണലുമില്ലെങ്കിൽ ഞാൻ എന്തായി പോകുമെന്ന് വേദനയോടുകൂടി മനസ്സുകൾ നീറുന്ന, ഉറക്കമൊഴിക്കപ്പെടേണ്ടി വരുന്ന അത്തരത്തിലുള്ള ദിനരാത്രങ്ങളിൽ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സുകൾ ഏറ്റവും കൂടുതൽ ഒരു തണിക്ക് വേണ്ടി, തുണയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന നേരമാണ്. ആ അവസരത്തിലാണ് മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ കൂടുതൽ പരിഗണിക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ അവരുടെ ആ സ്റ്റേജ് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. മാതാപിതാക്കളെ നമ്മൾ ഏത് പ്രായക്കാരാണെങ്കിലും ബഹുമാനിക്കേണ്ടതല്ലേ? ഏത് യുവാക്കളായ മാതാപിതാക്കളാണെങ്കിലും നമ്മൾ അവരെ ബഹുമാനിക്കേണ്ടതല്ലേ? അവരോട് നല്ല വാക്ക് പറയേണ്ടതല്ലേ? അതെ. എന്നിട്ടും എന്തേ ഖുർആൻ അവരുടെ വാർദ്ധക്യ സ്റ്റേജ് പ്രത്യേകം എടുത്തു പറഞ്ഞത്? ആ സ്റ്റേജിലാണ് മക്കളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകാറുള്ളത്. ആ സ്റ്റേജിലാണ് മക്കൾ പലപ്പോഴും അവഗണിക്കാറുള്ളത്. ആ സ്റ്റേജിലാണ് മാതാപിതാക്കൾ ഞങ്ങൾ ഈ ഭൂമിപ്പുറത്ത് ഈ വീട്ടിൻ്റെ ഒരു മൂലയിൽ അവഗണിക്കപ്പെടുകയാണോ, ഞങ്ങൾ ഈ വീട്ടിൽ നിന്നൊരു ഭാരമാണോ, ഞങ്ങളെല്ലാവർക്കും ഒരു ഭാരമാണോ എന്നൊക്കെയുള്ള ചിന്തകൾ അവർ വേട്ടയാടുന്ന നേരമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മാനവരാശിയോട് പറയുകയാണ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഇസ്ലാമിന്റെ മൗലികമായ തത്വം പറഞ്ഞപ്പോ, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, റബ്ബിനെ മാത്രമല്ലാതെ ആരാധിക്കരുതെന്ന് റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു, അവൻ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ കാണിക്കണമെന്ന്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ല് മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ വിശദീകരിക്കുന്നു, അള്ളാഹുവിനോടുള്ള കടമ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പെട്ട വ്യക്തിത്വം, നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് മാതാപിതാക്കളോടുള്ള അവരുടെ അവഗണിക്കാതെ അവരെ പരിഗണിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അതിൽ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നുവെന്ന്, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ അവർ രണ്ടാളും തന്നെയോ നിന്റെ അടുക്കൽ അവർ വൃദ്ധരായ അവസരത്തിൽ ഉണ്ടായിട്ട് അവർക്ക് വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ഛേ എന്ന വാക്കുപോലും പറയരുത്. ഛേ എന്ന വാക്കുപോലും പറയരുത്. ഒരാളോട് അല്പം നീരസത്തോടുകൂടി പറയുന്ന മോശപ്പെട്ട വാക്കുകളിൽ താരതമ്യേന അപകടം കുറഞ്ഞൊരു വാക്കാണ് ഛേ എന്ന പ്രയോഗം. വളരെ അപകടം കുറഞ്ഞ അവഗണനയുടെ ഒരു വാക്കാണത്. ഛേ, എന്താണ് എന്നിങ്ങനെയുള്ള ഒരു പ്രയോഗം നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, നീ അവരെ വിരട്ടരുത്, നീ അവരോട് മറുത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നീ അവരോട് മാന്യമായ വാക്കുകൾ മാത്രമേ പറയാവൂ. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്,
വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ വിനയത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മതി വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമുക്കത് വിശദീകരിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, അല്ലാഹു നമുക്ക് വളരെ വ്യക്തമായി വിശദീകരിച്ചു തരികയാണ്. മനസ്സ് പൊട്ടിയിട്ട് അവരുടേതായ ഏതെങ്കിലും മനസ്സ് വിഷമിപ്പിക്കുന്ന നിലക്കുള്ള ഒരു സ്വഭാവം പെരുമാറ്റം നമ്മളിൽ നിന്ന് ഉണ്ടാകാതെ സൂക്ഷിക്കണം എന്ന് ആകത്തുക. അല്ലാഹുവിന്റെ റസൂൽ നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അവഗണനയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് മാതാപിതാക്കൾ പേറുന്ന ദുരന്തം. അവരുടെ മനസ്സിലെ വേവലാതിയതാണ്. മക്കൾ തങ്ങൾ പരിഗണിക്കുന്നില്ല, മക്കൾക്ക് ഞങ്ങളൊരു ഭാരമാണ് എന്ന് തോന്നുന്നൊരവസ്ഥ. അതിനുവേണ്ടി അതനുസരിച്ചുള്ള പ്രവർത്തനം തന്നെ ഇന്നും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയാണ്. മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നൽകുന്ന 10,000-കണക്കിന് രൂപകളോ 1000-കണക്കിന് രൂപയുടെ തുണിത്തരങ്ങളോ മറ്റേതെങ്കിലും ജീവിതത്തിലെ സുഖസൗകര്യങ്ങളോ അല്ല. അതിനേക്കാൾ അപ്പുറം അവർ നോക്കുന്നത് എന്റെ മകൻ എന്നെ പരിഗണിക്കുന്നുണ്ടോ, എന്റെ മകൾ എന്നെ പരിഗണിക്കുന്നുണ്ടോ എന്നാണ്. അതാണ് അവർ പ്രത്യേകമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാം നമ്മുടെ നാട്ടിലേക്ക് എത്തിയപ്പോ നമ്മളൊരു വീട് വാങ്ങാൻ വേണ്ടി വിചാരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയുകയാണ് കാര്യം മനസ്സിലാകാൻ വേണ്ടി. ഒരു വീട് വാങ്ങാൻ ഉദ്ദേശിച്ചു, ഒരു വീട് വെക്കാൻ ഉദ്ദേശിച്ചു, അതല്ലെങ്കിൽ നമ്മളൊരു വസ്തു വാങ്ങാൻ ഉദ്ദേശിച്ചു, അതല്ലെങ്കിൽ ഒരു സ്ഥലമെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. ആ ഉദ്ദേശിച്ച അവസരത്തിൽ നമ്മൾ നമ്മളുടേതായ മറ്റു ചങ്ങാതിമാരോടും ബന്ധുക്കളോടും ഭാര്യയുടെ കുടുംബങ്ങളോടും അതുപോലെ തന്നെ മറ്റുള്ള പലരോടുമൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, മുശാവറ നടത്തുന്നു. ഇതിനു വേണ്ട നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എങ്ങനെയോ ഉമ്മ ഈ വാർത്ത അറിയുന്നു, എങ്ങനെയോ ഉപ്പ ഈ വാർത്ത അറിയുന്നു. നമ്മുടെ മകനൊരു വീടുണ്ടാക്കാൻ പോകുന്നു, അവൻ പ്ലാനൊക്കെ വരച്ചിട്ട് എഞ്ചിനീയറെ കാണാൻ നടപ്പാണ്. അതല്ലെങ്കിൽ നമ്മുടെ മകൻ വീടിന് വേണ്ടി ഒരു പറമ്പ് വാങ്ങാൻ, ഒരു വസ്തു വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഈ ഉമ്മയും ഉപ്പയും അറിയുന്നത് അയൽവാസികളിൽ നിന്നാണെങ്കിലോ മറ്റുള്ള ആളുകളിൽ നിന്നാണെങ്കിലോ ആ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിനുണ്ടാകുന്ന വേദന എത്രയാണ്, അവരുടെ മനസ്സിനുണ്ടാകുന്ന വിഷമം എത്രയാണ്. അവരെ പരിഗണിച്ചില്ല എന്നല്ലേ അവർക്ക് തോന്നുന്നത്. വളർത്തിയുണ്ടാക്കിയ മകൻ വളർന്നു വലുതായപ്പോ ഇപ്പൊ അവന് നമ്മൾ വേണ്ട, നമ്മളോട് കൂടി ആലോചിക്കുന്നില്ല, നമ്മൾ അവൻ ഇപ്പോൾ ഒരു ഭാരമാണ്, നമ്മളെ ഒരു കാര്യത്തിനും അവൻ പരിഗണിക്കുന്നില്ല, അവനിപ്പോൾ മറ്റു പലരുമാണ് നമ്മളെക്കാൾ ഏറ്റവും വലുത് എന്നൊക്കെ ചിന്തിക്കുന്ന പ്രായമായ ഉമ്മയും ഉപ്പയും. ആ മനസ്സിനുണ്ടാകുന്ന വേദന, ആ മനസ്സിനുണ്ടാകുന്ന വേദന കഴുകിക്കളയാൻ ഒരു 10,000-ന്റെ കെട്ട് നമ്മൾ അവരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടത് കൊണ്ട് ആ മനസ്സിന്റെ വേദന മാറുകയില്ല. അതേ അവസരത്തിൽ സുഹൃത്തുക്കളെ, നാം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ ഉപ്പയോട് പറയുന്നു അല്ലെങ്കിൽ ഉമ്മയോട് പറയുന്നു, ഉമ്മ ഞാനിങ്ങനെ ഒരു കാര്യം സ്ഥലമെടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപ്പ ഞാനിങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്, എന്താ ഉപ്പയുടെ അഭിപ്രായം, അതിന് ഇത്രയാണ് വില പറയുന്നത്, വില കൂടുതലാണോ ഉപ്പ, കുറവാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് അവരുമായി ഒരു മുശാവറ നടത്തിയിട്ട് ഇനി സ്ഥലം വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇടപാട് നടത്തുകയാണെങ്കിൽ ഉപ്പയുടെ കയ്യിൽ അഡ്വാൻസ് കൊടുത്തിട്ട് ഉപ്പയോട് പറയുന്നു, നിങ്ങൾ ഈ അഡ്വാൻസ് കൊടുക്കണം, ഉപ്പാന്റെ കൈ കൊണ്ട് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതല്ലെങ്കിൽ എൻ്റെ പൊന്നു ഉമ്മ കൊടുക്കണം, എൻ്റെ ഉമ്മയുടെ കൈ കൊണ്ട് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോ ആ ഉമ്മക്കും ഉപ്പക്കും നമ്മുടെ അഡ്വാൻസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവരെ ഏൽപ്പിക്കുന്നത് കൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും എന്താ കാര്യം? അവർക്ക് വല്ല നോട്ടും കിട്ടുന്നുണ്ടോ? അവർക്ക് അതുകൊണ്ട് വല്ല ഗുണവും കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷേ എങ്കിലും നാം നൽകുന്ന 1000-കണക്കിന് ദിർഹമുകളേക്കാൾ അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു പെരുമാറ്റമാണത്. എൻ്റെ മകൻ എന്നെ പരിഗണിച്ചല്ലോ, എൻ്റെ മകൾ എന്നെ പരിഗണിച്ചല്ലോ. നാം അവർക്ക് ഒരുപാട് നൽകുന്നതിനേക്കാളും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഉമ്മയെയും ഉപ്പയെയും ഒക്കെ കൂട്ടിക്കടിപ്പിച്ച് അവരോടൊക്കെ കാര്യങ്ങൾ മുശാവറ നടത്തുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ പ്രായമെത്തുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിന് വേദനിക്കുകയില്ല. അതാണ് മുശാവറ നടത്തണം എന്ന് പറയുന്നതിന്റെ തത്വമാണ്.
എന്തിനാ ഇസ്ലാം മുഷാവറ നടത്താൻ പറയുന്നത്? മുഷാവറ നടത്തുന്ന ആളുകളൊക്കെ പറയുന്ന അഭിപ്രായം കേൾക്കാനാണോ? എല്ലാവരോടും മുഷാവറ നടത്തണം, കഴിയുന്നത്ര ഒരു കാര്യത്തിന് മുഷാവറ നടത്തണം എന്ന് പറയുന്നത് എന്തിനാണ്? മുഷാവറ നടത്തുമ്പോൾ ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാനാ? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ വീടുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ 10 ആളോട് മുഷാവറ നടത്തിയാൽ നിങ്ങൾ 11 വീടുണ്ടാക്കേണ്ടി വരും. കാരണം 10 ആൾക്ക് 11 അഭിപ്രായം ഉണ്ടാവുക. അപ്പൊ ഇസ്ലാം ഒരിക്കലും മുഷാവറ നടത്തുമ്പോ ഒരാളോട് കൂടി ആലോചിച്ച് അയാൾ പറഞ്ഞതൊക്കെ ചെയ്യണമെന്ന് പറയുന്നില്ല. അപ്പൊ ഉമ്മയോടും ഉപ്പയോടും ഒക്കെ മുഷാവറ നടത്തുമ്പോ ചിലപ്പോ ഉമ്മാക്ക് അതിനെപ്പറ്റി വീറുണ്ടാവില്ല, ഉപ്പാക്ക് അതിനെപ്പറ്റി വീറുണ്ടാവില്ല, അവർ പറഞ്ഞതൊക്കെ എടുത്തോളണമെന്നില്ല. പക്ഷേ അവർക്കൊരു മുന്തിയ പരിഗണന, അവരോടൊരു കൂടിയാലോചന, അവരോടൊരു സംസാരം, അവരെ അതിലേക്കൊന്ന് ബന്ധപ്പെടുത്തൽ, അവരാണ് എല്ലാം ചെയ്യുന്നതെന്നവരെ തോന്നിപ്പിക്കൽ, അവരാണ് ഇതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്നത് എന്ന തോന്നൽ അവർക്കിടയിൽ ഉണ്ടാക്കൽ. എന്റെ മകൻ എത്ര വലുതായിട്ടുണ്ടെങ്കിലും, എന്റെ മകൾ എത്ര വലുതായിട്ടുണ്ടെങ്കിലും അവൾക്കിപ്പോൾ ഞാൻ തന്നെയാണ് വലുത്, അവനിപ്പോൾ ഞങ്ങൾ തന്നെയാണ് വലുത് എന്നൊരു തോന്നൽ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കലാണ് യഥാർത്ഥ സത്യവിശ്വാസികളായ മക്കൾ ചെയ്യേണ്ടത്. അതാണ് അവരുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത്. ആ നിലക്കുള്ള പെരുമാറ്റമാണ് ഇസ്ലാം നമ്മളോട് കൃത്യമായി തന്നെ പറയുന്നതെങ്കിൽ, ഛേ എന്നൊരു വാക്ക് പോലും പറയരുതെന്നാണ് ഇസ്ലാം പറയുന്നതെങ്കിൽ, ഇന്നത്തെ മക്കളോ, ഇന്നത്തെ കാലഘട്ടം എന്താണ്? മാതാപിതാക്കളോട് മക്കള് പറയുന്ന സംസാര ശൈലി എന്താണ്? സിനിമകളിലൂടെ, സീരിയലുകളിലൂടെ പണം കിട്ടാൻ വേണ്ടി നടീനടന്മാർ നടിച്ചു തീർക്കുന്ന, അല്ലെങ്കിൽ അഭിനയിച്ചാടി തിമർക്കുന്ന ചില ഡയലോഗുകളുണ്ട്. അവിടെ അച്ഛനും അമ്മയുമായി അഭിനയിക്കുന്ന ചില ആളുകൾ, ഉമ്മയും മകനുമായി അഭിനയിക്കുന്ന ആളുകൾ, മകനും ബാപ്പയുമായി അഭിനയിക്കുന്ന നടീനടന്മാർ, അത് ജീവിതമല്ലല്ലോ. അവിടെ വെറും നാട്യമാണ്, വെറും അഭിനയമാണ്, പണത്തിന് വേണ്ടിയുള്ള കാപട്യമുള്ള നാട്യമാണത്. എന്നിട്ട് അവിടെ സ്വന്തം മകൻ തന്റെ അഭിനയ രംഗത്തുള്ള തന്റെ ഈ മറ്റേ പിതാവിനോട് നടത്തുന്ന ഡയലോഗുകൾ പച്ചയായി തന്നെ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ മക്കൾ നമ്മളോട് പ്രയോഗിച്ചാലോ? അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിലൊരുമിച്ചിരുന്ന് സിനിമകളും സീരിയലുകളും കണ്ട് ആസ്വദിക്കുമ്പോ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയിലെ ചെറുപ്പക്കാര് ആ പിതാക്കളോട് പറയുന്ന മോശപ്പെട്ട സംസാരങ്ങൾ, വൃത്തികെട്ട സംസാരങ്ങൾ, ആ നിലക്ക് ഛേ എന്ന് പറയരുതെന്ന് പഠിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ പോലും തന്തയുടെയും തള്ളയുടെയും മുഖത്ത് നോക്കിയിട്ട് അറപ്പിന്റെയും വെറുപ്പിന്റെയും വാക്കുകളല്ലേ മഹാഭൂരിഭാഗവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അവരുടെ സംസാരത്തിന്റെ ശൈലി നമുക്ക് പിടിക്കുന്നില്ല, അവരുമായി സംസാരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അവരേതെങ്കിലും ഒരു കാര്യത്തിന് ഇടപെടാൻ വേണ്ടി വന്നാൽ പോ തള്ളേ, നിങ്ങൾക്ക് എന്താ ഇവിടെ പണിയെന്ന് ചോദിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഇതിനെ പറ്റി വല്ലതും അറിയോ? അഭിപ്രായം പറയാൻ കടന്നുപോയി അവിടെ അകത്തൊരു ഭാഗത്തിരിക്കും, പോയി കടന്നുപോയി. എന്താ ഈ തന്തക്ക് ഇപ്പൊ ഇവിടെ കാര്യം മനസ്സിൽ പിറുപിറുക്കുന്ന മക്കളില്ലേ? ഉമ്മയെയും ഉപ്പയെയും കുറിച്ച് അങ്ങനെ വരെ തന്നെ തോന്നിയെങ്കിൽ അത് അവന്റെ ഏറ്റവും വലിയ നാശത്തിന്റെ കുഴി തോണ്ടലാണ്. തന്റെ പ്രിയപ്പെട്ട ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും ഛേ എന്ന് പറയരുതെന്ന് പറഞ്ഞ ഖുർആൻ, വലാ തൻഹർഹുമാ, നീ അവരെ വിരട്ടരുത് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? തുറിച്ച് തറപ്പിച്ചൊരു നോട്ടം പോലും ഉപ്പയുടെയോ ഉമ്മയുടെയോ മുഖത്തേക്ക് നോക്കാൻ പാടില്ല. തറപ്പിച്ചോ തുറിച്ചോ ഒരു നോട്ടം ഉമ്മയുടെയോ ഉപ്പയുടെയോ മുഖത്തേക്ക് നോക്കുന്നത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന പാതകമായ കുറ്റത്തിലാണ് ഞങ്ങൾ ഗണിച്ചിരുന്നതെന്ന് മഹാന്മാരായ സ്വഹാബിമാർ പറഞ്ഞതായി നമുക്ക് റിപ്പോർട്ടുകൾ കാണാം. ഉമ്മയുടെയോ ഉപ്പയുടെയോ മുഖത്തേക്കൊന്ന് തുറിച്ചു നോക്കുന്നത്, അവരുടെ മുമ്പിൽ വെച്ച് അവരെക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നത്, അവരുടെ മുന്നിൽ നടക്കുന്നത് പോലും മാതാപിതാക്കളുടെ പിന്നിലേ നടക്കാവൂ, മുന്നിൽ നടക്കരുത്, മര്യാദകേടാണ് എന്നിവരെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സമൂഹമാണ് മുസ്ലിം ഉമ്മത്ത്. ആ നിലക്ക് ഗൗരവത്തോടുകൂടി അവരെ നിങ്ങൾ വളരെ കൃത്യമായി ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടിയുള്ളതല്ലാത്ത ഒരു സംസാരവും നടത്തിക്കൂടാ എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവഗണിക്കപ്പെടുന്ന പ്രായത്തിൽ കൂടുതൽ നമ്മൾ പരിഗണിക്കണം. ഞാനൊരു ഭാരമാണോ എന്ന് തോന്നലുണ്ടാവുകയാണ്. കല്യാണം കഴിഞ്ഞു, മക്കളൊക്കെ വളർന്ന് വലുതായി, ഇപ്പൊ അവരെ ശമ്പളത്തെ ആശ്രയിച്ചുകൊണ്ട് ഞാനിവിടെ കഴിയുന്നു, ഞാനൊരു ഭാരമാണ് എല്ലാവർക്കും എന്ന് തോന്നലുണ്ടാകുമ്പോ നിങ്ങളൊരു ഭാരമല്ല,
ഞങ്ങളുടെ പൊന്നുപ്പയാണ്, പൊന്നുമ്മയാണ്. അവരുടെ മനസ്സിന് കുളിരുണ്ടാകുന്ന, സന്തോഷമുണ്ടാകുന്ന പെരുമാറ്റങ്ങൾ കൂടുതൽ കൂടുതൽ മക്കളെ നിങ്ങൾ കാണിക്കണേ എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ആളുകൾ കയറി വരുന്ന സ്ഥലത്ത് ഉമ്മയെയോ ഉപ്പയെയോ കണ്ടാൽ ദേഷ്യം പിടിക്കുന്ന മക്കളില്ലേ? വീട്ടിന്റെ സ്വീകരണ മുറിയിൽ ഉമ്മക്കും ഉപ്പയ്ക്കും പ്രവേശനമില്ലാത്ത വീടുകളില്ലേ? കാരണം എന്താ? വിദ്യാഭ്യാസമുള്ള കൂട്ടുകാരൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോ ഈ മൂലയിൽ ഒരു ഭാഗത്ത് ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായി കൂനിക്കൂടിയിരിക്കുന്ന ഈ കിഴവിയെ കണ്ട് ഇതാരാണെന്ന് ചോദിച്ചാൽ ഇതെന്റെ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറയേണ്ടി വരുന്ന ദുരവസ്ഥ. ഇതെന്റെ കാർഷിക വൃത്തി നടത്തുന്ന ഞങ്ങളുടെ വീട്ടിലെ കൂലിക്കാരനാണെന്ന് പറയുന്ന ദുരവസ്ഥ. ആ ഒരവസ്ഥയിലേക്ക് ഇന്ന് മക്കൾ വളരുകയാണ്. കൂട്ടുകാരുടെ മുമ്പിൽ ഉമ്മയെ പരിചയപ്പെടുത്താൻ നാണിക്കുന്ന, ഉപ്പയാണെന്ന് പറയാൻ മനസ്സ് വിഷമിക്കുന്ന. കാരണം എന്താ? അവരുടെ വസ്ത്രധാരണം അത്ര മോഡേണല്ല, അവരുടെ സംസാരം മോഡേണല്ല, അവരുടെ വാക്കുകളിൽ മുറിഞ്ഞു പോവുകയാണ്, അക്ഷരങ്ങളുടെ സ്ഫുടത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മെപ്പോലെ ഭൗതികമായ ലോകത്തിന്റെ ആധുനികതകളുടേതായ ലോകവിവരങ്ങളൊന്നും ഒരുപക്ഷെ അറിഞ്ഞിട്ടില്ലാത്ത ശുദ്ധഹൃദയകളായ ശുദ്ധഹൃദയന്മാരായ മാതാപിതാക്കളെ കൊച്ചാക്കുന്ന, പരിഹസിക്കുന്ന മക്കളുടെ എണ്ണം ലോകത്ത് കൂടി വന്നുകൊണ്ടിരിക്കുന്നു. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണത്. ഉമ്മാക്കും ഉപ്പാക്കും സ്ഥാനം നഷ്ടപ്പെട്ട് അവസാനം അവരെ നോക്കാൻ വയ്യെന്ന രൂപത്തിൽ അവരെ കൊണ്ടുപോയി തള്ളുകയാണ് വൃദ്ധസദനങ്ങളിൽ, വൃദ്ധന്മാരെ പാർപ്പിക്കുന്ന സങ്കേതങ്ങളിൽ. ആരാണ് ഈ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾ? മക്കളുള്ള ഉമ്മമാരും ഉപ്പമാരുമാണ് ആ സങ്കേതങ്ങളിൽ അധികവുമുള്ളത്. മക്കൾക്ക് അവരുടെ സുഖം നഷ്ടപ്പെടും എന്ന് വരുമ്പോ അവരവരെ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്നു. എന്നിട്ട് അവർ അവകാശപ്പെടുന്നു നമ്മൾ എന്ത് കുറവാ വരുത്തുന്നത്, അവർക്ക് സമയത്തിന് ഭക്ഷണം അവിടെ കിട്ടുന്നു, വസ്ത്രം ലഭിക്കുന്നു, മാസാന്തം നമ്മൾ കൃത്യമായി ഭീമമായ ഫീസ് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ പ്രായമായ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നിങ്ങളുടെ ഫീസല്ല വേണ്ടത്, നിങ്ങളുടെ വസ്ത്രമല്ല വേണ്ടത്, നിങ്ങളുടെ ഭക്ഷണമല്ല വേണ്ടത്. എന്റെ മകൻ എന്നെ ഉപ്പ എന്ന സ്നേഹത്തോടെ ഒന്ന് വിളിക്കാൻ, എന്റെ മുന്നിലൊന്ന് വന്നെങ്കിൽ, എന്റെ ഉമ്മ എന്ന് വിളിക്കാൻ സ്നേഹത്തോടെ എന്റെ മകനൊന്ന് എന്റെ മുമ്പിൽ വന്നെങ്കിൽ, ഉപ്പ എന്ന വിളി കേൾക്കാൻ കൊതിക്കുന്ന, ഉമ്മ എന്ന വിളി കേൾക്കാൻ കൊതിക്കുന്ന മക്കളുടേതായ ആ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ മാർഗത്തിൽ പോരാടുന്ന ജിഹാദിനേക്കാളും സ്ഥാനമാണ് അതിന് നൽകിയത്. റസൂലുള്ളാഹിനോടൊരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, അങ്ങയുടെ കൂടെ ജിഹാദിന് പോരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ള തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്, നിന്റെ മാതാപിതാക്കളിൽ വല്ലവരും ജീവിച്ചിരിക്കുന്നവരാണോ, നിന്നെ കൊണ്ട് ആവശ്യമുള്ളവരാണോ എന്ന ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു, എന്റെ പ്രായമായ മാതാപിതാക്കൾ എനിക്ക് വീട്ടിലുണ്ട്. ഉടനെ റസൂലുള്ള പറയുന്നത്, എങ്കിൽ മടങ്ങിക്കോ, ഫഫീഹിമാ ഫജാഹിദ്, എങ്കിൽ നീ നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കാര്യത്തിൽ പോയി ജിഹാദ് ചെയ്യ്, അവരെ നോക്കലാണ് നിനക്ക് ഈ ജിഹാദിനേക്കാൾ ഏറ്റവും പ്രധാനം. റസൂലുള്ളാഹിനോട് ചോദിച്ചില്ല, നബിയെ ഏറ്റവും മുന്തിയ കർമ്മങ്ങൾ ഏതാണ്, കർമ്മങ്ങളിൽ ഏറ്റവും മുന്തിയത് ഏതാണ്? ഒന്നാമത് റസൂലുള്ള പറഞ്ഞത് അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. രണ്ടാമത് റസൂലുള്ള പറയുന്നത്, മൂന്നാമത് പറഞ്ഞത് ജിഹാദാണ്. അതിന്റെ ഇടയ്ക്ക് രണ്ടാമത് റസൂലുള്ള പറയുന്നത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നീ പുണ്യം ചെയ്യലാണ്, മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യലാണ്. അത്രയും ഗൗരവത്തോടുകൂടെയാണ് ഇസ്ലാം ഈ വിഷയം പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളെ, പ്രായമാകുന്ന അവസരത്തിലാണ് നമ്മുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നമ്മുടെ സ്നേഹം കൂടുതൽ കിട്ടേണ്ടത്. അപ്പോഴാണ് നമ്മൾ, ഞാൻ ചുരുക്കി പറയുകയാണ്, അപ്പോഴാണ് കൂടുതൽ പരിഗണന വേണ്ടത്, അപ്പോഴാണ് കൂടുതൽ നമ്മൾ അവരെ ആദരിക്കേണ്ടത്. കാരണം ആ പ്രായത്തിലാണ് അവർക്ക് അനാദരവ് കിട്ടുന്നത്, ആ പ്രായത്തിലാണ് അവർ അവഗണിക്കപ്പെടുന്നത്, ആ പ്രായത്തിലാണ് അവർ അനാദരിക്കപ്പെടുന്നത്. അതിനിടം കൊടുക്കാതെ മക്കളെ, നിങ്ങൾ എത്ര വളർന്നു വലുതായാലും ഉമ്മ ഉമ്മയുടെ സ്ഥാനത്താണ്, ഉപ്പ ഉപ്പയുടെ സ്ഥാനത്താണ്. ഒരിക്കലും മറുത്ത് മുറിച്ചാലും മുറിഞ്ഞു പോകാത്ത ബന്ധമാണത്. ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മയെ വെറുപ്പിക്കുന്ന മക്കളില്ലേ, ഭാര്യയുടെ പ്രീതിക്ക് വേണ്ടി ഉമ്മയെ അടിച്ചിറക്കുന്ന മക്കളില്ലേ, ഭാര്യയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി പെറ്റുമ്മയെയും അതുപോലെ തന്നെ വളർത്തി ഉണ്ടാക്കിയ തന്തമാരെയും തള്ളിപ്പറയുന്ന മക്കളില്ലേ? എന്നാണ് നിനക്ക് ഈ ഭാര്യ ഉണ്ടായത്?
ഈ ഭാര്യയുണ്ടായത് എന്നാണ്. ഈ ഭാര്യയുടെ സ്ഥാനമാണോ ഉമ്മയുടെ സ്ഥാനമാണോ വലുത്? ഉമ്മ എന്ന് പറയുന്ന സ്ഥാനം അത് അറുത്തു മുറിച്ചാലും ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ബന്ധമാണ്. ഭാര്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഭാര്യയെ സ്നേഹിക്കേണ്ടെന്നോ ആദരിക്കേണ്ടെന്നോ അല്ല പറയുന്നത്. ആപേക്ഷികമായി ഒരു മനുഷ്യന് ഏറ്റവും കടപ്പാട് ഉമ്മയോട് തന്നെയാണ്, ഭാര്യയോടല്ല, ഒരിക്കലും അല്ല. അതുകൊണ്ട് തന്നെ ചിന്തിച്ചു നോക്കൂ, ഉമ്മയോടുള്ള ബന്ധം അറുത്തു മുറിച്ചാൽ പോകുന്നതാണോ? ഈ ഭാര്യ എത്ര വലിയ സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും, എത്ര വലിയ സ്നേഹസമ്പന്നനായ ഭർത്താവാണെങ്കിലും ഒരുപക്ഷേ ഒരൊറ്റ വാക്കങ്ങ് മൊഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന ബന്ധമാണത്. നിന്നെ ഞാൻ മൊഴി ചൊല്ലി എന്ന് പറഞ്ഞാൽ തീരുന്ന ബന്ധമാണത്. അതുകൊണ്ട് ഇന്നത്തെ എന്റെ ഭാര്യ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ നാളെ മറ്റൊരാളുടെ ഭാര്യയാകാൻ പ്രയാസമില്ലാത്തവനാണ്. ഇന്നത്തെ എന്റെ ഭർത്താവ് നാളെ ഏതാനും ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരുത്തിയുടെ ഭർത്താവാകാൻ നിഷ്പ്രയാസം സംഗതി നടക്കുന്നതാണ്. അതേ അവസരത്തിൽ അങ്ങനെ ഏതെങ്കിലും വാക്കുകളെ കൊണ്ടോ ഏതെങ്കിലും പ്രയോഗങ്ങളെ കൊണ്ടോ അറുത്ത് മുറിച്ചാലും മുറിഞ്ഞു പോകാൻ പറ്റാത്ത ബന്ധമല്ലേ ഉമ്മയുടെ ബന്ധം, ഉപ്പയുടെ ബന്ധം. അതുകൊണ്ട് ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടിട്ട് ഉമ്മയെ തെറ്റിദ്ധരിച്ചിട്ട് ഉമ്മയോട് പ്രയാസമുണ്ടാക്കുന്ന മക്കളില്ലേ, ഉമ്മയെ വെറുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളില്ലേ, അതിന് തക്കവും തരവും നോക്കിക്കൊണ്ട് ഉമ്മയെയും മകനെയും തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം അടിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഭാര്യമാരുമില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകി. എന്ത്? ഒരു കൂട്ടം ആളുകളെ പറ്റി പറഞ്ഞപ്പോ കുറെ അവരുടെ ലക്ഷണങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? അല്ലദീന യഖ്തഊന മാ അമറല്ലാഹു വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. ആയത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ വിഷയത്തിന്റെ പുറമെ മധ്യഭാഗത്ത് അല്ലാഹു പറയുകയാണ് വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസല. പരസ്പരം വിളക്കി ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. അള്ളാന്റെ ശാപത്തിന് വിധേയമാകുന്ന സംഗതിയാണ് ഒന്നിച്ചു നിന്നിരുന്ന കുടുംബങ്ങളെ ഭിന്നിപ്പിക്കൽ, ഒന്നിച്ചു നിന്നിരുന്ന മക്കളെയും ഉമ്മയെയും ബാപ്പയെയും ജ്യേഷ്ഠാനുജന്മാരെയും ഒക്കെ തമ്മിലടിപ്പിച്ച് മാറ്റി നിർത്തൽ. ആ നിലക്കുള്ള പ്രയാസപ്പെടുത്തലുകൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കി തീർക്കുന്നത് അല്ലാഹുവിന്റെ ശാപകോപത്തിന് വിധേയമാകുന്ന മഹാപാതകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സ്വർഗം നേടാൻ പറ്റാവുന്നത് ഉമ്മയിലൂടെയാണ്, ഉപ്പയിലൂടെയാണ്. ഇന്ന് നിങ്ങൾക്കറിയില്ലേ, പലപ്പോഴും ഒന്ന് ഫോൺ വിളിക്കുമ്പോ ഉമ്മയുടെ വിശേഷങ്ങൾ തിരക്കാൻ എവിടെയാണ് സമയം, ഉപ്പയുടെ വിശേഷങ്ങൾ തിരക്കാൻ എവിടെയാണ് മക്കൾക്ക് സമയം? പലപ്പോഴും ഒരുപാട് ക്യൂ നിന്ന് അവസാനം അങ്ങേ തലക്കൽ ലൈനൊന്ന് കിട്ടുമ്പോ പ്രിയപ്പെട്ട ഭാര്യയുടെ ശബ്ദമാണ് പ്രതീക്ഷിച്ചത്, എടുത്തത് ഉമ്മയായി പോയതുകൊണ്ട് ഉമ്മയോട് സംസാരിക്കാതെ പിറുപിറുത്തുകൊണ്ട് റിസീവർ വെച്ചു പോകുന്ന മക്കളില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട പെണ്ണ്, ആ പെണ്ണാണ് അവിടെ എടുക്കുക, ആ അവളാണ് ഫോൺ അറ്റൻഡ് ചെയ്യുക എന്ന് വിചാരിച്ച്, ഭാര്യയാണ് സംസാരിക്കുക എന്ന് വിചാരിച്ച് ലൈന് കിട്ടിയപ്പോ എടുത്തത് തന്റെ പെറ്റ തള്ളയായി പോയപ്പോ, എന്റെ തള്ളക്കാണോ ഇപ്പൊ ഫോൺ എടുക്കാൻ കണ്ടത്, ആ കിഴവനാണോ ഇപ്പൊ ഫോൺ എടുക്കാൻ കണ്ടതെന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പയോടൊന്ന് വിശേഷം ചോദിക്കാതെ, ഉമ്മയോടൊരു വിശേഷം ചോദിക്കാതെ, ഉദ്ദേശിച്ചയാളെ കിട്ടിയില്ലെന്ന് കണ്ടപ്പോ ഫോൺ കട്ട് ചെയ്തു പോകുന്ന മക്കളില്ലേ ഈ പ്രവാസികളുടെ കൂട്ടത്തിൽ? ഇല്ലേ? അനുഭവങ്ങളില്ലേ നമ്മുടെ മുമ്പിൽ? അത്രമാത്രം ദുഷിച്ചു പോയില്ലേ ഈ പ്രവാസ ജീവിതത്തിന്റെ ഒരുപാട് അപകടങ്ങളിൽ ഒന്ന് പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കായ്മയായി പോയില്ലേ? ഫോണിൽ അവരുമായി സംസാരമില്ലാതെയായില്ലേ? കത്തുകൾ പലപ്പോഴും നാട്ടിലുള്ള ഉപ്പക്ക് തൊഴിലെന്താണ്? മക്കളയക്കുന്ന കത്ത് യഥാസമയം ഭാര്യമാരുടെ കയ്യിലെത്തിക്കൽ. ഒരു പോസ്റ്റ്മാന്റെ പണിയിലേക്ക് അതപ്പതിച്ചില്ലേ പല വീടുകളിലെയും ഉപ്പമാര്? അവർക്കതിൽ കവിഞ്ഞൊരു പരിഗണനയുമില്ല. വീട്ടിലൊരു വേലക്കാരന്റെ പോസ്റ്റിലേക്ക് തരം താഴ്ത്തപ്പെട്ടില്ലേ പല വീടുകളിലെയും ഉപ്പമാര്? അവർ റേഷൻ കടയിലേക്ക് പോകുന്നു, മണ്ണെണ്ണ വാങ്ങിക്കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ പലചരക്ക് കടയിലേക്ക് പോകുന്നു, പഞ്ചസാരയും മരിയും കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ രാവിലെ തന്നെ തോർത്തുമുണ്ടും തോളിലിട്ടുകൊണ്ട് അവരതാ വഴി കവലകളിൽ പോയി പോസ്റ്റ്മാന്റെ സൈക്കിൾ വെല്ലടി കാത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പോസ്റ്റ്മാനെ കണ്ടാൽ ചോദിക്കുകയാണ്, എന്റെ മകൾക്ക് കത്തുണ്ടോ? ഉണ്ടെങ്കിൽ ആ കത്ത് വാങ്ങി
വാങ്ങിയിട്ട് മകളെ ഏൽപ്പിക്കുന്നു. കത്തില്ലെങ്കിൽ ഇന്ന് കത്തില്ല മോളെ എന്ന വിവരം പറയുന്ന ഇത്തരത്തിൽ ഒരു പോസ്റ്റ്മാന്റെ പണിക്ക് മാത്രം പറ്റുന്ന കോലത്തിൽ മറ്റു പരിഗണനകൾ ആ കത്തിലെന്ന് ഉപ്പയുടെ വിശേഷം ചോദിക്കാതെ, ഉപ്പയോട് സംസാരിക്കാതെ, ഉമ്മയുടെ വിശേഷം തിരക്കാതെ, ഉമ്മയോട് സംസാരിക്കാതെ, അവരെ അവഗണിച്ചും അവരെ പരിഗണിക്കാതെയും അവരെ അനാദരിച്ചുകൊണ്ട് നടക്കുന്ന ലോകം, അതിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും സുഹൃത്തുക്കളെ, ആ മനസ്സ് വേദനിക്കാൻ ഇടയുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് നമ്മൾ കാരണമായി സന്തോഷത്തിന്റെ അശ്രുക്കളല്ലാതെ സന്താപത്തിന്റെ അശ്രുക്കൾ പൊഴിക്കേണ്ടി വന്നാൽ, അഥവാ സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉമ്മയോ ഉപ്പയോ നാം കാരണമായി മനസ്സ് വേദനിച്ചുകൊണ്ടൊന്ന് കരഞ്ഞുപോയെങ്കിൽ ആ കണ്ണുനീരിലൂടെ നരകത്തിയാണ് നമുക്ക് വേണ്ടി ഒലിച്ചിറങ്ങുന്നതെന്ന് മനസ്സിലാക്കി വെച്ചോ. വളരെ ഗുരുതരമാണ്. അതാണ് ഞാൻ നേരത്തെ നിങ്ങളെ സൂചിപ്പിച്ച ചരിത്രത്തിലുള്ളത്. ആബിദായ ഒരു മനുഷ്യൻ, അദ്ദേഹം നിസ്കരിക്കുന്ന മനുഷ്യനാണല്ലോ, തെമ്മാടിയല്ലല്ലോ, ഒരു ദുർവൃത്തനുമല്ലല്ലോ. ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകാൻ താമസിച്ചപ്പോ ഒന്നും രണ്ടും മൂന്നാമത്തെ തവണയും വിളി കിട്ടാക്ക് മറുപടി കിട്ടാതെ ആയപ്പോ ആ തള്ള, തെറ്റതള്ള അവിടെ നിന്നുകൊണ്ട് മനസ്സ് പൊട്ടിയൊന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൽക്കാലത്തേക്കെങ്കിലും ഇദ്ദേഹത്തിന് ഒരു വേശ്യാവൃത്തി ആരോപിക്കപ്പെട്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അപരാധം പ്രചരിപ്പിക്കപ്പെട്ടല്ലോ, അദ്ദേഹത്തിന്റെ നിരപരാധിത്വം പിന്നീട് അദ്ദേഹത്തിന്റെ മഹത്വത്തിലൂടെ അള്ളാഹു തെളിയിച്ചു കൊടുത്തെങ്കിലും കുറച്ചു സമയത്തേക്കൊന്ന് വിഷമിച്ചല്ലോ അദ്ദേഹം. അതാ മാതൃഹൃദയം പൊട്ടിയതിന്റെ ഫലമാണ്. നമ്മൾ സൂക്ഷിക്കണം. സാധുക്കളായ പാപികളായ നമുക്കെതിരെ എങ്ങാനും നമ്മുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ മനസ്സ് തട്ടിക്കൊണ്ട് ഒരു പ്രാർത്ഥന വന്നുപോയാൽ അടക്കാനാവാത്തത്ര ഏറ്റവും കടുത്ത പാതകമാണ് നമ്മൾ ചെയ്യുന്നത്. ദുനിയാവിൽ വെച്ച് അനുഭവിക്കാതെ ഖബറിലേക്ക് പോകുന്നതല്ല. ദുനിയാവിൽ അതിന് അനുഭവിക്കാതെ നമ്മൾ ഖബറിലേക്ക് പോകുന്നതല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ വിഷയത്തിലും നമ്മൾ അവരെ ഗൗരവത്തോടുകൂടി അനുസരിക്കേണ്ടതുണ്ട്, അവരെ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. അതേ അവസരത്തിൽ ഇതേ കാര്യം തന്നെ പറഞ്ഞ റബ്ബ് ഒരു കാര്യം കൂടി നമ്മളോട് പറയുന്നുവെന്ന്, നിന്റെ മാതാപിതാക്കളോട് നീ ഛേ എന്ന വാക്ക് പോലും പറയരുത് എന്ന് പറഞ്ഞ് എല്ലാ നിലക്കും നീ അവരനുസരിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ പറഞ്ഞ പടച്ച റബ്ബ് തന്നെ പറയുകയാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചോ, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ ഓ മനുഷ്യ, നീ പഠിച്ചു വെച്ചോ, നിന്റെ മാതാപിതാക്കൾ നിന്നോട് നിനക്കറിവില്ലാത്ത നിലക്ക് എന്നിൽ പങ്കുചേർക്കാൻ വേണ്ടി നിന്നോട് പറഞ്ഞാൽ, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, ശിർക്കായ ഒരു കാര്യം, അതല്ലെങ്കിൽ ഹറാമായ ഒരു കാര്യം നിന്നോട് നിന്റെ മാതാപിതാക്കൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചാലോ, അത് പറഞ്ഞത് എന്റെ ഉമ്മയല്ലേ, ഞാനെങ്ങനെ കേൾക്കാതിരിക്കും? ഉപ്പയല്ലേ പറഞ്ഞത്, അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മറുത്തൊരു വാക്കും പറയരുതെന്നല്ലേ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്? ഛേ എന്ന വാക്ക് പോലും പറയരുതെന്ന് പറഞ്ഞ ഉമ്മയുടെ വാക്ക് എനിക്ക് തട്ടാനാക്കുമോ? ഉപ്പയുടെ വാക്ക് തട്ടാനൊക്കുമോ എന്ന് ചിന്തിക്കേണ്ടതില്ല. അവിടെ അള്ളാഹു പറയുന്നു, ഫലാ തുതിഉഹുമാ, അവരെ രണ്ടാളെയും നീ അക്കാര്യത്തിൽ അനുസരിച്ചു പോകരുത്. അവിടെ ഉമ്മ ഉപ്പയില്ല. അള്ളാഹുവിന് എതിരുള്ളൊരു കാര്യം ഉമ്മയോ ഉപ്പയോ പറഞ്ഞാൽ കേൾക്കരുത്, അനുസരിച്ചു പോകരുത്. കാരണം ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, ഖാലിഖായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കാൻ പാടില്ല. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കാൻ പാടില്ല. അവിടെ ഉമ്മയല്ലേ ഉപ്പയല്ലേ എന്ന് ചിന്തിക്കാൻ പാടില്ല. നെരിയാണിക്ക് മീതെ പാന്റ് ഉടുത്തുകൊണ്ട് നടക്കുന്ന ഒരു മകനെ നോക്കിയിട്ട് ഇത്തിരി പരിഷ്കാരിയായ ഒരു തള്ള പറഞ്ഞു എന്ന് വിചാരിക്കുക, ഇത്തിരി പരിഷ്കാരിയായ ഒരു ബാപ്പ പറഞ്ഞു എന്ന് വിചാരിക്കുക. മോനെ, ഇതൊക്കെ ആധുനിക കാലഘട്ടമാണ്, നീ എന്താ അങ്ങനെ പാന്റൊക്കെ കയറ്റി ഉടുക്കുന്നത്? ഒന്ന് താഴ്ത്തി ഉടുത്തോ, അതൊക്കെയാണ് ഇന്നത്തെ സ്റ്റൈല് എന്ന് ഏതെങ്കിലും പച്ച പരിഷ്കാരികളായ ഉപ്പയോ ഉമ്മയോ മക്കളോട് പറഞ്ഞാൽ, പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, ഫലാ തുതിഉഹുമാ, അവിടെ നീ ഉമ്മയുടെയും ഉപ്പയുടെയും വാക്കിനെ അനുസരിക്കേണ്ടതില്ല. നിന്റെ റബ്ബിനെയാണ് നീ അനുസരിക്കേണ്ടത്. ഉമ്മയും ഉപ്പയും ഹറാമോ ശിർക്കോ ആയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിന്നോട് നിർബന്ധിച്ചാൽ നീ ഒരിക്കലും വഴങ്ങിക്കൊടുക്കരുത്. കണ്ടിട്ടില്ലേ എത്രയോ ആളുകൾ
ഇവിടുന്നാണ് പോയിട്ട് നാട്ടിൽ പോയിട്ട് കല്യാണം കഴിച്ചു വരുമ്പോ ഇവിടുന്ന് പോകുമ്പോ എന്താ പറഞ്ഞത്? സ്ത്രീധനൊന്നും വാങ്ങൂല, ഞാൻ ശരിയായ ഇസ്ലാമിക കല്യാണമാണ് കഴിക്കുക. ഇപ്പൊ കുറെ പഠിച്ചു, കുറെ കേസറ്റൊക്കെ കേട്ടപ്പോ എനിക്ക് അങ്ങനെ വേണമെന്ന് തോന്നിയിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യൂ എന്നൊക്കെയാണ് പറഞ്ഞു പോയിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ചോദിക്കാനോടോ കല്യാണം കഴിഞ്ഞു സ്ത്രീധനം വാങ്ങിയത് കേട്ടല്ലോ. അത് ഉമ്മ നിർബന്ധിച്ച്, ബാപ്പ നിർബന്ധിച്ച്. ബാപ്പാന്റെ കൗല് തട്ടാൻ പാടില്ല എന്നല്ലേ ഖുർആനില്? എന്നിട്ട് ഞാൻ വാങ്ങിപ്പോയതാ. എടോ അത് പറയണ്ട. ഫലാ തുതിഉഹുമാ, നീ അവരെ അനുസരിക്കരുത്. ഹറാമായവരെ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി, ഇസ്ലാം അനുവദിച്ചിട്ടില്ലാത്തവരെ കാര്യം ചെയ്യാൻ വേണ്ടി ആര് നിന്നെ നിർബന്ധിച്ചാലും നീ അനുസരിച്ചു പോകരുത്. വേറെ ചില ആളുകൾ നാട്ടിലേക്ക് എത്തിയാൽ ജാറങ്ങൾ കണ്ടുന്നത് കാണാം. അവന് ജാറം കണ്ടാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെന്താ? ഉമ്മാന്റെ നേർച്ചയാ. എന്തേ? മോൻ ഗൾഫിലേക്ക് പോയി നല്ലൊരു ജോലിയൊക്കെ ആയി തിരിച്ചു വരുമ്പോ കസ്റ്റംസിൽ പ്രയാസമൊന്നുമില്ലാതെ നല്ല നിലക്ക് ഇവിടെ എത്തിപ്പെട്ടാൽ മമ്പുറത്തും പുത്തമ്പള്ളിയിലും പുതുപന്നാനിയിലും ഏർവാടിയിലും അജ്മീറിലും നാഗൂറിലും ഒക്കെ പോയിട്ടൊന്ന് ജാറം മൂടി വിളക്ക് കത്തിക്കാമെന്ന് പൊന്നാര പെറ്റ തള്ളയുടെ നേർച്ചക്കടമാണ്. അത് വീട്ടാതിരിക്കാൻ ഒക്കുമോ? അത് തട്ടാൻ ഒക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയ മക്കൾ ജീപ്പെടുത്തുകൊണ്ട് ഉമ്മയുടെ കൂടെ ജാറങ്ങളിലേക്ക് ശിർക്ക് ചെയ്യാൻ വേണ്ടി തെണ്ടുന്ന, ജാറം മൂടാൻ പോകുന്ന, വിളക്ക് കൊളുത്താൻ പോകുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അനുസരിക്കണോ? ഫലാ തുതിഉഹുമാ, അത് ഉമ്മാന്റെ നേർച്ചക്കടാന്ന് വിചാരിച്ചിട്ട് കൂടിക്കൊടുക്കാൻ പറ്റുമോ? പാടില്ല. അതാണ് ഇസ്ലാം പറയുന്നത്. തെറ്റായ ഒരു കാര്യത്തിന് അവർ നിന്നെ നിർബന്ധിച്ചാൽ അനുസരിച്ചു പോകരുത്. ആ നിലക്ക് നിർബന്ധിക്കുമ്പോൾ പോലും നീ ആ തെറ്റ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം എന്നോട് ഉമ്മ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നീ ഉമ്മാക്ക് നൽകുന്ന സഹായങ്ങളൊന്നും നിർത്തൽ ചെയ്യരുത്. വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫാ, ഭൗതികമായ ലോകത്ത് നീ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളും സഹകരണങ്ങളും ഒന്നും നിർത്തിക്കളയരുത്. അത് ഉമ്മ ഉപ്പ തന്നെയാണ്. എന്നാൽ അവര് പറഞ്ഞ തെറ്റായ കാര്യത്തിനനുസരിക്കരുതെന്നേ ഉള്ളൂ. അത് നീ കേൾക്കണ്ട. അതല്ലാത്ത സഹായങ്ങളൊക്കെ നീ അപ്പോഴും അവൾക്ക് തുടർ അവരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പാടില്ല. നിങ്ങളോട് ഈ ഹറാം ചെയ്യാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഇനി ഞാൻ പണം അയച്ചേരില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്കിനി വസ്ത്രം തരില്ല എന്ന് പറയാൻ പാടില്ല. എന്റെ വീട്ടിൽ താമസിക്കാൻ പാടില്ല, ഇറങ്ങണപ്പോ പുറത്ത് എന്ന് പറയാൻ പാടില്ല. ഭൗതിക ലോകത്ത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സഹായം സഹകരണം ഒക്കെ ചെയ്യണം. അതേ അവസരത്തിൽ ദീനിന്റെ വർഷത്തിൽ തെറ്റായ കാര്യം അവർ പറയുമ്പോ അതിലുമ്മ ഇടപെടാൻ നിങ്ങൾക്ക് നിർവാഹമില്ല. അല്ലാഹുവിനോടാണ് എനിക്ക് കടപ്പാട്, അത് പറയാൻ കഴിയണം. അപ്പൊ സുഹൃത്തുക്കളെ, അത് ഇസ്ലാം നമുക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാം അനുസരിക്കണം എന്ന് പറഞ്ഞതിൽ നിന്ന് തന്ന ഇളവാണ്. അതല്ലാത്ത എല്ലാ അനുവദിക്കപ്പെടുന്ന കാര്യങ്ങളിലും ഉമ്മയുടെയും ഉപ്പയുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടേ മക്കളെത്ര വലിയവരാണെങ്കിലും മുന്നോട്ട് പോകാവൂ. അവരെ പരിഗണിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാവൂ. അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന പെരുമാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത്. അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന സംസാരങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ഇതിനൊക്കെ പുറമെ വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു? നീ എന്ത് തന്നെ അവരോട് നല്ല നിലക്കൊക്കെ വർത്തിച്ചാലും മനുഷ്യ, നിനക്ക് നിന്റെ ഉമ്മയും ഉപ്പയും നിന്നോട് ആ ചെറുപ്പത്തിൽ കാണിച്ച ആ സ്നേഹമുണ്ടല്ലോ, അതിന് പകരം കൊടുക്കാൻ നിനക്കാവില്ല. അതിന് പകരം കൊടുക്കാൻ നിനക്കാവില്ല. നീ എത്ര വലിയ ശമ്പളക്കാരനായി വാരിക്കോരി ഉമ്മാക്കും ഉപ്പാക്കും അയച്ചു കൊടുത്താലും അതൊന്നും അവര് നിന്നെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയതിന് കിടപിടിക്കുന്നതല്ല. അതുകൊണ്ട് നിനക്കൊരു ബാധ്യതയുണ്ട്. എന്താണെന്നോ? നിന്നെയും നിന്റെ ഉമ്മയെയും ഉപ്പയെയും ഒക്കെ പടച്ച സൃഷ്ടാവായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ ഖജനാവ് വിശാലമാണ്. നിന്റെ ഖജനാവിലുള്ളതൊക്കെ തീരുന്നതാണ്. നിന്റെ അക്കൗണ്ടുകളൊക്കെ അവസാനിക്കുന്നതാണ്. അവസാനിക്കാത്ത ബാലൻസ് ഉള്ള ഖജനാവിന്റെ ഉടമയാണ് റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനോട് നീ എപ്പോഴും പറയണം, എന്ത്? ചെറുപ്പത്തിൽ ഞങ്ങളെ നോക്കി ഉണ്ടാക്കിയ ഉമ്മക്കും ഉപ്പക്കും നീ ധാരാളം റഹ്മത്ത് കൊടുക്കണേ. നിന്റെ ഖജനാവിലെ അവർക്ക് കൊടുക്കാനുള്ളൊരു തികയുകയുള്ളൂ. ഞങ്ങൾ എന്ത് തന്നെ കൊടുത്താലും അതൊന്നും കിടയൊക്കുന്നതല്ല. അതുകൊണ്ട് വഖുൽ, നീ പ്രാർത്ഥിച്ചോളൂ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബി, എന്റെ റബ്ബേ, ഇർഹംഹുമാ, അവർ രണ്ടാളോടും നീ കരുണ കാണിക്കണം. കമാ റബ്ബയാനി, അവർ രണ്ടാളും എന്നെ പരിപാലിച്ചുണ്ടാക്കിയതുപോലെ സഗീറാ, ചെറുപ്പമായിരിക്കെ ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ പരിപാലിച്ചത് പ്രകാരം ആ സമയത്തുള്ള പരിപാലനത്തിന് പകരം കൊടുക്കാൻ കഴിയൂല.
നിന്നെ കൊണ്ടേ കഴിയൂ, നീ കൊടുക്കണം, നീ അവർക്ക് ധാരാളമായി നൽകണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഈ ഒരു പ്രത്യേകമായ നിലക്കുള്ള സ്നേഹവും ഈ ഒരു പ്രത്യേകമായ നിലക്കുള്ള ആദരവും ബഹുമാനവും സുഹൃത്തുക്കളെ നമ്മുടെ പെറ്റ തള്ളയോടുള്ളതുപോലെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉപ്പയോടും അതുപോലെ തന്നെ ഭാര്യയുടെ മാതാവും നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്താണ്. നമ്മുടെ ഭാര്യയുടെ മാതാവ് നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ശാശ്വതമായി വിവാഹബന്ധം നമുക്ക് നിഷിദ്ധമാണല്ലോ ആ ഉമ്മയുമായി. ഈ മകളുടെ ശേഷം പോലും ആ ഉമ്മയെ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. ഭാര്യയുടെ മാതാവ് അമ്മായിയമ്മ എന്ന പ്രയോഗം തന്നെ തെറ്റ്. ഉമ്മയുടെ സ്ഥാനത്താണത്, ഉപ്പയുടെ സ്ഥാനത്താണത്. അവരോടും നമ്മൾ സ്നേഹം കാണിക്കേണ്ടതാണ്, ബഹുമാനം കാണിക്കേണ്ടതാണ്, മനസ്സിനെ സന്തോഷിപ്പിക്കേണ്ടതാണ്, മനസ്സിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കേണ്ടതാണ്. ഈ നിലക്കൊക്കെയുള്ള കാഴ്ച അവരോടും നമുക്കുണ്ടാകണം. കാരണം അവര് നമ്മുടെ പെറ്റതള്ളയല്ലെങ്കിലും നമ്മുടെ ഭാര്യയുടെ പെറ്റതള്ളയാണല്ലോ. ഭാര്യ ചിന്തിക്കേണ്ടത് എന്റെ പെറ്റതള്ളയല്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പെറ്റുമ്മയാണല്ലോ. പരസ്പരം അവരെ മനസ്സിലാക്കണം. ഭാര്യയുടെ ഉമ്മയും ഉപ്പയും ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉമ്മയെപ്പോലെ ഉപ്പയെപ്പോലെ കാണണം. ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അമ്മോശൻ അമ്മായി പോര് കാണേണ്ടതല്ല. അതെന്റെ ഉപ്പയുടെ സ്ഥാനത്താണ്, അതെന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്. ആ നിലക്കുള്ള ബഹുമാനങ്ങളും ആദരവുകളും കൽപ്പിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ആ നിലക്കൊക്കെ അങ്ങനെ നമ്മൾ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന്, പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചല്ലോ, നബിയേ, ഇതൊക്കെ ജീവിതകാലത്ത് ഉമ്മയോടും ഉപ്പയോടും ഒക്കെയുള്ള കുറെ കാര്യങ്ങൾ അങ്ങ് വിശദീകരിച്ചു തന്നല്ലോ. ഒരാൾ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ശൈഉൻ അബർറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ. എന്റെ മാതാപിതാക്കളോട് അവരുടെ മരണാനന്തരം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന നന്മകളിൽ നിന്ന് വല്ലതും ബാക്കിയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉണ്ട്, നീക്ക് ചെയ്യാനുണ്ട്. അസ്സലാത്തു അലൈഹിമാ വൽ ഇസ്തിഗ്ഫാറു ലഹുമാ വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ വസ്സിലത്തു റഹ്മില്ലതി ലാ തൂസലു ഇല്ലാ ബിഹിമാ വഇക്റാമു സദീഖിഹിമാ. 5 കാര്യങ്ങൾ ഇവിടെ റസൂൽ എന്ന് പറയുകയാണ്. എന്താ? ഒന്ന്, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അസ്സലാത്തു അലൈഹിമാ, നീ അവർക്ക് രണ്ടാൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ അവർക്ക് വേണ്ടി നീ നിസ്കരിക്കണം എന്നതല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ സ്വലാത്ത് എന്ന പ്രയോഗം പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞല്ലോ, നീ പണക്കാരിൽ നിന്ന് സ്വതക്ക സ്വീകരിക്കണം. അങ്ങനെ സ്വതക്ക സ്വീകരിച്ചു കഴിഞ്ഞാൽ വസല്ലി അലൈഹിം, നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ റസൂലുള്ളാഹിയുടെ അടുക്കൽ സഹാബത്ത് സ്വതക്ക കൊണ്ടുവരുമ്പോ ആ സ്വതക്ക കൊണ്ടുവന്ന വ്യക്തിക്ക് വേണ്ടി നബി പ്രാർത്ഥിച്ച രൂപം ഹദീസിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ ഫുലാൻ എന്ന നിലക്ക് പ്രവാചകൻ ഇങ്ങനെ അദ്ദേഹത്തിന് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ നമുക്കും വേണമെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ അബവയ്യ, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ ഉമ്മി, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ അബി എന്നിങ്ങനെ അവരുടെ ഗുണത്തിന് വേണ്ടി പ്രത്യേകം ആ പദത്തിലൂടെ തന്നെ പറയാം. അതാണ് അസ്സലാത്തു അലൈഹിമാ. അതല്ലെങ്കിൽ അവർക്ക് സ്വർഗം നൽകാൻ, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ പൊതുവായ പ്രാർത്ഥനകൾ. രണ്ടാമതായി വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് രണ്ടാൾക്കും വേണ്ടി നീ പാപമോചനത്തിന് പ്രത്യേകം തേടണം. പാപം പൊറുക്കാൻ വേണ്ടി പ്രത്യേകം തേടുക. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എനിക്ക് പുറത്തു തരണേ, എന്റെ മാതാപിതാക്കൾക്കും പൊറുക്കണേ എന്നിങ്ങനെ ഉമ്മയുടെയും ഉപ്പയുടെയും പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒരാൾ മരിച്ചാലും മുറിഞ്ഞു പോകാത്ത കാര്യങ്ങൾ എണ്ണിയപ്പോ വലദുൻ സാലിഹുൻ യദൂലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു സന്താനം അതുണ്ടാകൽ എത്ര ഭാഗ്യമാണ്. അങ്ങനെ അവരുടെ പ്രാർത്ഥന ആ മക്കളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മൂന്നാമത് റസൂലുള്ള പറയുന്നത് വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, ഈ പ്രാർത്ഥന നമുക്ക് ഏതവസരത്തിലും നിർവഹിക്കാവുന്നതാണ്. മരണപ്പെട്ടു പോയ അവരുടെ ഖബറിന്റെ സമീപത്ത് ചെല്ലാൻ കഴിഞ്ഞാൽ അങ്ങനെ ചെന്നുകൊണ്ട് അവിടെ വെച്ചും ദുആ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. മൂന്നാമതായി പ്രവാചകൻ പറയുന്നത് വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അവരുടെ കരാറുകളെയും വസിയത്തുകളെയും അവർക്ക് ശേഷം നമ്മൾ നടപ്പിലാക്കണം.
മാതാപിതാക്കൾ ജീവിതകാലത്ത് നൽകിയ വസിയത്തുകളെ അവരുടെ മരണാനന്തരം നമ്മളത് കാത്തു സൂക്ഷിക്കണം. അവിടെയുമുണ്ട് ചില നിയമങ്ങൾ. ഹറാമായ ഒരു കാര്യത്തിനാണ് വസിയത്തെങ്കിലോ അത് പാടില്ല. പാപ്പ പറഞ്ഞു മോനോട്, ഞാൻ മരിച്ചാൽ എന്റെ ഖബർ നല്ല ഉയരത്തിൽ കെട്ടിപ്പടുക്കണം, നന്നായി വെള്ളപൂശണം, വലിയൊരു തുണി കൊണ്ട് മൂടണം, നല്ലൊരു നിലവിളക്കം കത്തിച്ചു വെക്കണം, ഒരു കൊടിയും തൂക്കണം എന്ന് പറഞ്ഞെങ്കിലോ ആ വസിയത്ത് നിറവേറ്റണോ? പാടില്ല, ഒരിക്കലും പാടില്ല, ഒരു കാരണവശാലും പാടില്ല. അപ്പോ ഇസ്ലാം അനുവദിക്കപ്പെട്ട ഒരു സംഗതി മാത്രമേ വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കേണ്ടതുള്ളൂ. അപ്പോ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമികമായ കാര്യങ്ങളിൽ ഹറാമല്ലാത്ത നിഷിദ്ധമല്ലാത്ത ഏത് കാര്യങ്ങളും അവർ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. നാലാമതായി പ്രവാചകൻ പറയുന്നത് വസിലത്തുർ റഹിമില്ലതീ ലാ തൂസലു ഇല്ലാ ബിഹിമാ, ഉമ്മയിലൂടെയും ഉപ്പയിലൂടെയും അല്ലാതെ നിലനിൽക്കാത്ത എന്ന് പറഞ്ഞാൽ ഉമ്മയിലൂടെയും ഉപ്പയിലൂടെയും മാത്രം നിലനിന്നിരുന്ന ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങൾ. ഉമ്മയുടേതായ വഴിക്ക് കുറെ ബന്ധങ്ങൾ ഉണ്ടാകും, ഉമ്മായുടെ കുടുംബങ്ങൾ. ഉപ്പയുടേതായ വഴിക്ക് കുറെ ബന്ധങ്ങൾ ഉണ്ടാകും, ഉപ്പയുടെ കുടുംബങ്ങൾ. ഇതൊന്നും ഉമ്മാടി ഉപ്പാടി മരണശേഷം പിന്നെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഉപ്പിയുമ്മയും മരിച്ചില്ല, ഇനി അവരെ കുടുംബങ്ങളൊന്നും നോക്കേണ്ടതില്ല, അവരെയൊന്നും സന്ദർശിക്കേണ്ടതില്ല, അവരുമായൊന്നും ബന്ധപ്പെടേണ്ടതില്ല, അവരും ഞാനുമൊന്നും ഇനി ലോക്യപ്പെടേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. അവരുള്ളപ്പോൾ നിലനിർത്തിയിരുന്ന രക്തബന്ധങ്ങൾ അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അഞ്ചാമത് റസൂലുള്ള പറയുന്നത് നോക്കൂ, രക്തബന്ധം മാത്രം നിലനിർത്തിയാൽ പോരാ, വൈകറാമു സദീഖിഹിമാ, അവരുടെ രണ്ടാളുടെയും ചങ്ങാതിമാരെ പോലും നീ ഇക്റാമാക്കണം. മാതാപിതാക്കളുടെ ജീവിതകാലത്ത് അവർക്കുണ്ടായിരുന്ന കൂട്ടുകാരെ നീ ആദരിക്കണം, ബഹുമാനിക്കണം. ബാപ്പക്കുണ്ടായിരുന്ന കുറെ കൂട്ടുകാരുണ്ടാകും, ഉമ്മക്കുണ്ടായിരുന്ന കുറെ കൂട്ടുകാരികൾ ഉണ്ടാകും. അവരുടെയൊക്കെ മരണശേഷം നീ അവരെ ആദരിക്കേണ്ടതുണ്ട്. ബാപ്പന്റെ സ്ഥാനത്ത് കാണുക അവരെ. എങ്ങനെ? അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെ ബാപ്പക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു നന്മ പോലെ അതിന്റെ പ്രതിഫലം കിട്ടും. ഉമ്മയുടെ കൂട്ടുകാരിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം നൽകുക, അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം സാമ്പത്തികമായോ ഏതെങ്കിലും നിലക്ക് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതെന്താണ്? നമ്മുടെ ഉമ്മയോട് ചെയ്യുന്ന നന്മയുടെ പ്രതിഫലമാണ് നമുക്ക് എഴുതപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, ബാപ്പയുടെ സ്നേഹിതനായിക്കൊള്ളുന്നില്ല, ബാപ്പാന്റെ സ്നേഹിതന്റെ മകനായാലും ബഹുമാനിക്കണം എന്നാണ്. ബാപ്പന്റെ സ്നേഹിതനും കൂടി ആവണ്ട, സ്നേഹിതന്റെ മകനെ കണ്ടാലും ആദരിക്കണം എന്നാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള, അദ്ദേഹം ഒരു യാത്രയിലാണ്. ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം എതിർവശത്ത് നിന്ന് ഒരു അയറാബി കടന്നു വരുന്നത് കാണുന്നു. ആ ഹദീസ് നമുക്ക് വളരെ കൃത്യമായി സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത്, അദ്ദേഹത്തിന്റെ വാഹനം വന്നൊരു കഴുതയാണ്. ഇന്നിപ്പോ കാറൊക്കെ ഉണ്ടല്ലോ, അന്ന് കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെയാണ് യാത്ര. അപ്പൊ ഈ കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എതിർവശത്ത് നിന്ന് ഒരു ഗ്രാമീണനായ മനുഷ്യൻ, ഒരു കാട്ടറബി, കണ്ടാൽ 5 പൈസക്ക് വകല്ലാത്ത ഒരാള് ഇത് കടന്നു വരികയാണ്. ഇത് കണ്ടപ്പോൾ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് സലാം ചൊല്ലുന്നു. സലാം ചൊല്ലി എന്ന് മാത്രമല്ല, അദ്ദേഹം തന്റെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഈ ഗ്രാമീണനെ വാഹനത്തിൽ കയറ്റിയിരുത്തി. നല്ല വെയിലുള്ള സമയമാണ്. അദ്ദേഹത്തിന്റെ തലയിലെ തട്ടമെടുത്തുകൊണ്ട് ഈ അറാബിയുടെ തലയിലേക്ക് അങ്ങ് ധരിപ്പിച്ചു കൊടുക്കുന്നു. ഈ രംഗം കാണുകയാണ് കൂടെയുള്ള ആളുകൾ. അവര് ചോദിച്ചു, അബ്ദുള്ള അസ്ലഹക്കല്ലാ ഇന്നഹുമുൽ അഅറാബ് വഹും യർദൂന ബിൽ യസീർ. ഓ അബ്ദുള്ള, ഇവര് ഗ്രാമീണരായ ഈ കാട്ടറബികൾ, അവർ ചില്ലറ കൊടുത്താൽ തന്നെ തൃപ്തിപ്പെടുമല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ഇവരെ ഇക്രാമാക്കുന്നത്? ഈ ഹറാബിക്ക് ഇതൊക്കെ കൂടി കൊടുത്തു കണ്ടപ്പോ എന്താണ്, അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങാ, ഇദ്ദേഹത്തെ വെയിലത്ത് അയിമ കയറ്റി ഇരുത്തുക, തട്ട അദ്ദേഹത്തിന് പുറപ്പിച്ചു കൊടുക്കുക, വെയിൽ കൊള്ളാതെ ആ തന്റെ തലപ്പാവ അഴിച്ച് അങ്ങോട്ട് ധരിപ്പിക്കുക. ഇതൊക്കെ കണ്ടപ്പോ ആൾക്കാർക്ക് അത്ഭുതം. എന്താ ഈ അറാബികളായ മനുഷ്യന്മാരൊക്കെ ചില്ലറ കൊടുത്താൽ തന്നെ തൃപ്തിപ്പെടുമല്ലോ, നിങ്ങൾ എന്താ ഇദ്ദേഹത്തെ ഇങ്ങനെ ബഹുമാനിക്കാൻ കാരണം എന്ന് ഉമർ ഖത്താബിന്റെ മോനായ അബ്ദുള്ളയോട് കൂടി നിന്നവർ ചോദിക്കുമ്പോ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കറിയാമോ, ഈ മനുഷ്യനൊരു കേവലം യാചകനെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഒരു കേവലം ഒരു മനുഷ്യനെന്ന് വിചാരിക്കരുത്. ഇന്ന അബാഹാദാ കാന വുദ്ദൻ ലിഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിന്റെ ബാപ്പ, ഇദ്ദേഹത്തിന്റെ ബാപ്പ, എന്റെ ബാപ്പ ഉമർ ഖത്താബിന്റെ സ്നേഹിതനായിരുന്നു. ഇദ്ദേഹമല്ല,
ഈ അറാബിയല്ല, ഈ അറാബിന്റെ വാപ്പ. അപ്പൊ ഉമർ ഖത്താബ് എന്ന ഇദ്ദേഹത്തിന്റെ ബാപ്പയുടെ സ്നേഹിതന്റെ മോനാര്. ആ മകനെ കണ്ടപ്പോൾ ഇത്ര ആദരിച്ചുവെങ്കിൽ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ഉമർ ഖത്താബിന്റെ സ്നേഹിതനെ തന്നെ നേരെ കണ്ടുമുട്ടിയാൽ എപ്രകാരമായിരിക്കും ആദരിക്കുക, ബഹുമാനിക്കുക, ഇക്റാമാക്കുക? നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്നിട്ട് ഈ രംഗം പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു, ഇന്ന അബറൽ ബിർരി സിലത്തുർ റജുലി അഹ്ല വുദ്ദി അബീ. ഏറ്റവും വലിയ പുണ്യങ്ങളിൽപ്പെട്ടതാണ് ഒരാൾ തന്റെ ഉപ്പയുടെ സ്നേഹബന്ധങ്ങളെ ചേർക്കുക എന്നത്. ഉപ്പയുടെ ജീവിതകാലത്തുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങളെ വിളക്കി ചേർക്കുക, അത് നിലനിർത്തുക, അത് ഏറ്റവും മുന്തിയൊരു പ്രവർത്തനമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പെരുമാറിയത് എന്ന് അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇതാണ് കാര്യം, ഇതാണ് വിഷയം. എത്രമാത്രം അബദ്ധത്തിലാണെന്ന് സമൂഹമുള്ളത്, എത്രമാത്രം ഒരു അപകടത്തിലാണ് ഈ ഉമ്മത്തുള്ളത്. വീടുകളിൽ ഉമ്മയോടും ഉപ്പയോടുമുള്ള സംസാരത്തിന്റെ ശൈലി, അവരുമായുള്ള പെരുമാറ്റത്തിന്റെ രീതി, അവരുമായുള്ള ഇടപാടുകൾ, അവരുമായുള്ള ഓരോ പ്രവർത്തനങ്ങളിലും നരകാഗ്നിയിലേക്ക് മനുഷ്യനെ കൂപ്പുകുത്തിക്കുന്ന സ്വഭാവങ്ങളാണ് മഹാഭൂരിപക്ഷം ആളുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ വളരെയേറെ അപകടകരമായ ഒരു അവസ്ഥയാണിത് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ നരകം നിശ്ചയിക്കപ്പെടാൻ മാത്രം കാരണമാകുന്ന ബാധകമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക, അവരുടെ മനസ്സിന് കൂടുതൽ കുളിരുകോരി ചൊരിയുന്ന വർത്തമാനങ്ങൾ പറയുക, ക്ഷേമാന്വേഷണങ്ങൾ നടത്തുക, അവരുമായി ഫോൺ വിളികളിൽ ഏർപ്പെടുക, അവർക്ക് കത്തുകൾ അയക്കുക, അവരുമായി വിശേഷങ്ങൾ കൈമാറുക. എൻ്റെ മകൻ ഇപ്പോഴും എന്നെ തന്നെയാണ് മനസ്സില്ലെന്ന് ഉപ്പക്ക് തോന്നണം. എൻ്റെ മകൾക്കും എൻ്റെ മകനും ഇപ്പോഴും ഞങ്ങൾ വേണമെന്ന് ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ തോന്നണം. അനുസരിക്കപ്പെടേണ്ട എല്ലാ കാര്യങ്ങളിലും അവരെ അനുസരിക്കുക. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിലല്ലാത്ത മുഴുവൻ കാര്യങ്ങളിലും അവരെ അനുസരിക്കുക. അവരുടേതായ വെറുപ്പ് സമ്പാദിക്കുന്ന ഒന്നിലും ഏർപ്പെടാതിരിക്കുക. പടച്ചതമ്പുരാൻ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞൊരു കാര്യമാണത്. അതിനാൽ അവരുടെ മനസ്സെങ്ങാനും വേദനിച്ച് കാരണമില്ലാത്തൊരു കാര്യത്തിന് അവരുടെ മനസ്സ് വേദനിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇസ്ലാമിന്റെ വഴിയിൽ ജീവിച്ചതിന്റെ പേരിൽ അമ്മാടിപ്പാടി മനസ്സ് വേദനിച്ചതെങ്കിൽ പ്രയാസമൊന്നുമില്ല, നമുക്കൊന്നും സംഭവിക്കാനില്ല. അവർ വേദനിച്ചോട്ടെ, പ്രയാസമല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എതിരൊന്നുമല്ലാത്തൊരു വിഷയത്തിൽ അവരെ അനുസരിക്കാത്തതിന്റെ പേരിൽ അവരുടെ മനസ്സ് വേദനിച്ച ഒരു കണ്ണുനീര് വരേണ്ടി വന്നാൽ, നമുക്കെതിരെ എങ്ങാനും ഒരു വാക്ക് അല്ലാഹുവിനോട് അവർ പറയേണ്ടി വന്നാൽ തീയാണ് സുഹൃത്തുക്കളെ, അപകടമാണ്. ഖബറിൽ മാത്രമല്ല, അവിടെ എത്തുന്നതിന്റെ മുമ്പ് ദുനിയാവിന്നേ അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങുക. പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല നിലക്ക് വർത്തിക്കുക. അവർ മരണപ്പെട്ടു പോയെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ 5 കടമകളും നാം കാത്തു സൂക്ഷിക്കുക, അതിലൂടെ പുണ്യം നേടാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് ആദരവും ബഹുമാനവും കടപ്പാടുകളും നിർവഹിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അവരോട് അനാദരവും അനുസരണക്കേടും ധിക്കാരവും പ്രവർത്തിക്കുന്ന ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ മക്കളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ